തിരുവത്താഴ് ശുശ്രൂഷയുമായുള്ള ബന്ധത്തിലും നാം ഇന്ന് കേൾക്കുവാൻ പോകുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത്, സന്ദേശം എന്ന് പറയുന്നത്, ഇസ്രായേൽ ദേശമല്ല ദൈവരാജ്യം, പക്ഷെ ദൈവരാജ്യത്തിൽ ഇസ്രായേൽ ദേശവും ഉണ്ട്. In the context of the Holy Communion, the title of the message that we are going to hear today is that the land of Israel is not the kingdom of heaven, but within the kingdom of heaven, land of Israel is also included. അതിന് അവർ ഉപയോഗിക്കുന്ന ചില വചനഭാഗങ്ങളുണ്ട്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ശിഷ്യന്മാരെ അയച്ചത് ഇസ്രായേൽ മക്കളുടെ കാണാതെ പോയ ആടുകളിലേക്കാണ് എന്ന് പറയുന്ന ചില വചനഭാഗങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. സത്യമാണ്, ഉള്ളത് അങ്ങനെ തന്നെയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, എല്ലാ വാഗ്ദത്തങ്ങളും പിതാക്കന്മാരും എല്ലാം ദൈവം കൊടുത്തത് പറഞ്ഞത് ഇസ്രായേൽ മക്കളോടാണ്. അബ്രഹത്തിൻ്റെ അനുഗ്രഹമാണ് ക്രിസ്തുയേശുവിൽ നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് ബൈബിളിൽ ഒരു പ്രിൻസിപ്പിളാണ്, റോമ 1:16 പറയുന്നു, സുവിശേഷം ആദ്യം യഹൂദനും പിന്നെ ആണ് യവനനും. ആ പ്രിൻസിപ്പിളാണ് കർത്താവ് യേശു കീപ്പ് ചെയ്തത്. ഇത് കൊടുത്തത് സ്വർഗസ്ഥ പിതാവുമാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അവിടെ കൊണ്ട് നിർത്തരുത്. യേശു വീണ്ടും പറയുന്നു, എന്നാൽ ഈ ആട്ടിൻകൂട്ടത്തിൽ പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, ഞാൻ അവയെയും ചേർക്കേണ്ടതാകുന്നു. ഇവർ വേറെ അവർ വേറെ എന്നല്ല, ഇവർ രണ്ടും കൂടെ ഒരാട്ടിൻകൂട്ടമായി. എങ്ങനെ ഇവർ വേറെ അവർ വേറെ എന്നല്ല, ഇവർ രണ്ടും കൂടെ ഒരാട്ടിൻകൂട്ടമായി ഒരിടയനുമായി തീരണം. അതുകൊണ്ട് ജനത്തെ ചതിക്കരുത്. യേശുക്രിസ്തു പറഞ്ഞതിന്റെ പകുതി പറയാതെ മുഴുവനും പറയുക. So our brothers in those churches distort the word of God to justify themselves, and one of the verses that they use is when Jesus Christ said, I have not been sent except to the lost flock of the king of Israel. And while this is in fact true, because the inheritance that we received is actually the inheritance given to the promise given to Abraham. We received a promise because of Abraham, but what they do not tell you is the continuation of what Jesus said, which is that, but apart from this flock, I also have flock that do not belong to this, and both these flocks must join together and become one flock, and I will be their head. So they forgot to tell you that, and use such verses to justify that the kingdom of heaven is only for Israel. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇതാ കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതാ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സൈസ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. കേരളം ഏകദേശം 40,000 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഇസ്രായേൽ ഏകദേശം 20,000 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓൾമോസ്റ്റ് പകുതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവരാജ്യം എന്ന് പറയുന്നത് ഇത്ര ഒരു ചെറിയ ഏരിയയിൽ ഒതുങ്ങുന്നതാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് ഏൻഷ്യൻ കിങ്ഡമാണ്. അത് ഓൾറെഡി ഉണ്ട്. എന്നാൽ ആ ദൈവരാജ്യത്തിന്റെ ഭരണം എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാൻ പോകുന്നത് ഈ കൊച്ചു കഷ്ണം ഇസ്രായേൽ ലാൻഡിലേക്കല്ല. ദൈവരാജ്യത്തിന്റെ ഭരണം എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാനായിട്ട് പോകുന്നത്, നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ, സർവ്വഭൂമിയിലേക്കുമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇങ്ങനെ പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. എങ്ങനെ? അങ്ങയുടെ രാജ്യം വരണമേ. എവിടെ? ഇസ്രായേൽ എന്ന കൊച്ചു കഷ്ണത്തിലാണോ? അല്ല. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഇസ്രായേലിൽ നിറവേറണമെന്നല്ല, സർവ്വഭൂമിയിലും നിറവേറണമേ. അങ്ങനെ ഓൾറെഡി ഉള്ള ദൈവരാജ്യത്തിന്റെ ഭരണം ഇതാ ക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ മക്കളിലൂടെയും സർവ്വഭൂമിയിലേക്കും വരുന്നതാണ്. ഭൂമിയെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ദൈവരാജ്യം. അല്ലാതെ ഈ കാണുന്ന ഇച്ചിരി ചെറിയ ആ ഭൂപ്രദേശത്ത് മാത്രം ഒരു ഭരണം വരുന്നതല്ല എന്ന് ആദ്യം തിരിച്ചറിയണം. ആരും ഏതുവിധേന നിങ്ങളെ ചതിക്കരുത്. So as shown in the presentation before, we see a comparison of the size between Israel and Kerala. Israel is around 20,000 square kilometers and Kerala is around 40,000, less than 40,000. So Kerala is approximately twice the size of Israel in terms of land area. And Jesus Christ was not talking about such a small kingdom when he spoke about the kingdom of heaven. It is evident from the Bible. And the kingdom that Jesus Christ, even when he taught us to pray, he said the kingdom is for the entire world, not for Israel or for a small place like Kerala or Israel, but for the entire world. And we should always keep this in mind and not get distorted by what many others are saying. ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ
നമ്മുടെ ശരീരത്തിന്റെ പുറത്തുള്ള ഒരു ചെറിയ പീസ് ലാൻഡായ ഇസ്രായേൽ അല്ല. ഹല്ലേലൂയ. ദൈവരാജ്യം യേശുക്രിസ്തു അന്നത്തെ പരീക്ഷമാർക്ക് തിരുത്തി കൊടുത്തു. അത് കാണുന്നതല്ല. ഇസ്രായേൽ കാണാം, കേരളം കാണാം, ഇന്ത്യ കാണാം, USA കാണാം, ആഫ്രിക്ക കാണാം. അത് കാണുന്നത് രാജ്യമല്ല, അത് നിന്റെ ഉള്ളിലാണ്. ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാ. യേശുക്രിസ്തു വന്നത് നമ്മുടെ ഉള്ളിൽ പൈശാചിക രാജ്യം മാറ്റി നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. അത് സ്ഥാപിച്ചു കഴിയുമ്പോൾ അതിന്റെ ഇൻഫ്ലുവൻസായി, അതിന്റെ അധികാരത്തിന്റെ കീഴിൽ ഈ ഭൂമിയിലേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നത് എന്നിലും നിങ്ങളിലൂടെയാണ്. Again, Jesus Christ, when he was asked by the Pharisees, where is the kingdom of God, explained that kingdom of God is not physical, that kingdom of God is within you. And the kingdom of God is established within you, and when it is established within you, as an influence of that kingdom that is established within all of us, that will also be extended to this earth, to the physical realm. But in reality, the kingdom of God is in the spiritual realm. ഈ ട്രങ്കിലേക്ക് അല്ലെങ്കിൽ ഈ തടിയിലേക്ക് നോക്കിയേ. ഈ തടി കൂടി എന്താ അകത്തുനിന്ന് പുറത്തേക്ക് തള്ളുന്നേ? ഈ തടി കൂടെ, ഈ വൃക്ഷത്തിന്റെ തടി കണ്ടോ? ഈ വൃക്ഷത്തിന്റെ തടിയിലൂടെ, ആ ട്രങ്കിലൂടെ എന്താണ് പുറത്തേക്ക് തള്ളുന്നേ? ഈ വേരിലൂടെ വലിച്ചെടുക്കുന്ന വെള്ളമല്ലേ? വെള്ളമല്ലേ? നമ്മൾ ദൈവരാജ്യക്കാരായ നമ്മുടെ ഉള്ളിലുള്ള സംഭവം ഇത് അകത്തുനിന്ന് പുറത്തേക്കിങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. അങ്ങനെ തള്ളൽ വന്ന് എന്ത് സംഭവിക്കും? ആ വൃക്ഷം വളരും അല്ലേ? നമ്മളിൽ അനേകം വളരാത്തതിന്റെ കാരണം അകത്തുനിന്ന് തള്ളലില്ല. പിന്നെ പുറത്തുനിന്ന് മാക്സിമം ബൈബിളിലെ അക്ഷരങ്ങളുടെ അറിവാണ് ഉള്ളത്. അങ്ങനെ അക്ഷരം പഠിച്ചാൽ അക്ഷരം ചീർപ്പിക്കും. പക്ഷെ അകത്തുനിന്നാണ്, പരിശുദ്ധാത്മാവാണ്, ഉൾനട്ട വചനാണ് തരുന്നതെങ്കിൽ അത് നമ്മളെ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള ദൈവമക്കളാക്കി മാറ്റും. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അടിയിന്ന് വരുന്നത് ആത്മാവാണ്, പുറത്തുനിന്ന് വരുന്നത് അക്ഷര അറിവുകൾ മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അക്ഷരാറിവ് വേണ്ടെന്നല്ല, അക്ഷര അറിവ് ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അതിലൂടെ ആത്മാവിൻ്റെ അറിവുകൾ കിട്ടാൻ വളരെ സൗകര്യപ്രദമായി തീരും. So if you are part of the kingdom of heaven, there will be a push, something pushing out of you, and it's the living water, rivers of living water. Just like if you look at this tree, you see that there is something that is being pushed out into the branches and into the leaves. And what is it? It's the nutrients that is pushed from the root into the leaves and into the branches. So in the same manner, if you are a part of the kingdom of heaven, you will have a push. You will have Holy Spirit that is flowing out of you, and there are people who rely on the word of God, by reading the word of God, but they do not have a push from outside, from within them. That's because they are not yet in the kingdom of God. And as the Bible says, it's good to read the Bible, and it's good to compile all that knowledge in your mind, so that but it's the word of God makes you fat, but it's the Spirit of God that makes you grow. ശ്രദ്ധിച്ചാട്ടെ, ഇനി നമുക്ക് ഈ ട്രീയിൽ നിന്ന് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കിടക്കാം. ഈ പ്രായോഗിക ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ ഈ വേരിന്റെ ഭാഗം ദൈവരാജ്യമാണ്. ഇത് സ്ഥാപിച്ചെടുക്കാനാണ്, റൂട്ട് സിസ്റ്റം ശരിയാക്കാനാണ് യേശു വന്നത്, അല്ലാണ്ട് ഷൂട്ട് സിസ്റ്റം ശരിയാക്കാനല്ല. താഴെയുള്ള ഭാഗത്തിന്റെ, വേരിന്റെ ഭാഗത്തിന്റെ പേര് റൂട്ട് സിസ്റ്റം, അതാണ് ദൈവരാജ്യം. മുകളിലേക്കുള്ള ഭാഗത്തിന്റെ പേര് ഷൂട്ട് സിസ്റ്റം, അതാണ് മനുഷ്യരാജ്യം അല്ലെങ്കിൽ ദൈവപുത്രന്മാർ വാഴാൻ പോകുന്ന രാജ്യം. യേശുക്രിസ്തു വന്നത് താഴെയുള്ള റൂട്ട് സിസ്റ്റം റെഡിയാക്കാനാണ്. ഒരു നല്ല കൃഷിക്കാരൻ ആദ്യം ഷൂട്ടല്ല റെഡിയാക്കാൻ പോണേ, നല്ല കൃഷിക്കാരൻ ആദ്യം അതിൻ്റെ റൂട്ടാണ് റെഡിയാക്കാൻ പോകുന്നത്. റൂട്ട് ശരിയാണെങ്കിൽ ഷൂട്ട് ഓട്ടോമാറ്റിക് റെഡി ആയിക്കോളും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് യേശുക്രിസ്തു ഭൗതിക രാജ്യം, ഭൗതിക ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കാൻ വരാതെ മനുഷ്യന്റെ അകത്ത് ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട് വന്നത്. ഹല്ലേലൂയ. So now if you look at this picture again, you will see that the kingdom of God is written over root, and there is a root system there, and above the ground there is a shoot system. You should realize that Jesus Christ came to this world not to prepare the shoot system, but to prepare the root system. And that's because just you can ask any farmer out there, as long as the root system is strong, the shoot system will automatically be strong. And it is because of this that Jesus Christ came to prepare the root system, which is the kingdom of God.
സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. അടുത്തു നിന്നും അകലെ നിന്നും ഒക്കെയായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞാൻ കേട്ടു തിരുവനന്തപുരത്തുള്ള രാവിലെ 7 മണിക്ക് വന്ന് ഇവിടെ ബെല്ലടിച്ചു എന്ന് കേട്ടു. നിങ്ങളുടെ ആ ദൈവസ്നേഹത്തിന് ആലപ്പുഴയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ കടന്നു വന്ന എല്ലാവർക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ദൂരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷ ശ്രവിക്കുന്ന എല്ലാവരെയും സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ ജീവനോ, ദൈവത്തിൻ്റെ സമാധാനവും, ദൈവത്തിൻ്റെ ഐശ്വര്യവും, ദൈവത്തിൻ്റെ വചനവും സമൃദ്ധമായി നിങ്ങൾ വസിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുകയും ചെയ്യുമാറാകട്ടെ. Greetings of love in the name of God the Father and our Lord and Savior Jesus Christ to everyone listening to this message, to those present in this hall as well as listening through online media. I know that a lot of people come from distant places, some from Thrissur. Today I heard that somebody arrived at 7 o'clock from Trivandrum. So may the life, peace and prosperity as well as the word of God from God overflow in your life. തിരുവത്താഴ് ശുശ്രൂഷയുമായുള്ള ബന്ധത്തിലും നാം ഇന്ന് കേൾക്കുവാൻ പോകുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത്, സന്ദേശം എന്ന് പറയുന്നത്, ഇസ്രായേൽ ദേശമല്ല ദൈവരാജ്യം, പക്ഷെ ദൈവരാജ്യത്തിൽ ഇസ്രായേൽ ദേശവും ഉണ്ട്. In the context of the Holy Communion, the title of the message that we are going to hear today is that the land of Israel is not the kingdom of heaven, but within the kingdom of heaven, land of Israel is also included. ഈ സന്ദേശം പറയുവാനിടയാകുന്ന സാഹചര്യം എന്ന് പറയുന്നത്, പിശാചിൻ്റെ മിടുക്ക് കൊണ്ട് യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം, സ്വർഗരാജ്യ സുവിശേഷം യേശുക്രിസ്തു അപ്പോസ്തലന്മാരും പ്രസംഗിച്ചതിന് ശേഷം കുറച്ച് നാളുകൾക്കുള്ളിൽ അപ്പോസ്തലപ്രവൃത്തി 20:29 പ്രവചന പ്രകാരം ഞങ്ങൾ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കുകയും ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചെടുപ്പാൻ വിപരീത ഉപദേശം, യേശുവും ശിഷ്യന്മാരും പറയാത്ത വിപരീത ഉപദേശം ഇതിനെ മറയ്ക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ ഇടയിൽ പറഞ്ഞ് വിശ്വാസികളെ, ആടുകളെ തങ്ങളുടെ പിന്നാലെ വലിച്ചഴിക്കും എന്ന ആ പ്രവചന നിവൃത്തിയുമായുള്ള ബന്ധത്തിൽ ഇന്ന് ഇപ്പോൾ ദൈവരാജ്യ സുവിശേഷം സഭകളിൽ കേൾക്കുന്നില്ല. ദൈവദാസന്മാരെ ഒരുക്കുന്ന സെമിനാരികളിൽ ബൈബിൾ കോളേജ് സിലബസിലില്ല എന്ന് കഴിഞ്ഞ നാളുകളിൽ മറഞ്ഞു കിടന്ന സത്യം ഇതാ സ്വർഗത്തിലെ ദൈവം തൻ്റെ ആത്മാവിനാൽ എന്നെപ്പോലെ സുവിശേഷം പ്രസംഗിക്കുന്നവരിലൂടെ ഇത് അറിയിച്ചപ്പോൾ ഇവർക്ക് നിക്കക്കള്ളിയില്ലാതെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം ഇസ്രായേൽ മക്കൾക്ക് മാത്രം ഉള്ളതാണ്. ഇസ്രായേലിൽ ഒരു രാജ്യം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ സഭ അറിയണോ, നിങ്ങൾ തെറ്റിപ്പോകാൻ ഇടയാകരുത്. So the context of this message is that as it is written in the book of Acts, as it is prophesied in the book of Acts, where the apostle said that after we leave, wolves will enter the church and distort the teachings. And unfortunately, as a fulfillment of those prophecy, it has happened. And for the last few centuries, there has not been a message about the kingdom of God, about the gospel of the kingdom of God in the church. Now, due to the grace of God, the mystery that has remained covered for so long has been uncovered by many men of God like pastor. And now when the gospel of the kingdom of God is being preached, unfortunately many of these churches which never preached the gospel of the kingdom of God because they moved into defensive, now they have come up with statements that the gospel of kingdom of God, the kingdom of heaven, Jesus Christ was referring to giving Israel a land, and it has no context to as far as the rest of the church is concerned. And it is to clear this misunderstanding so that the church knows the truth that we are giving this message. അതിന് അവർ ഉപയോഗിക്കുന്ന ചില വചനഭാഗങ്ങളുണ്ട്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ശിഷ്യന്മാരെ അയച്ചത് ഇസ്രായേൽ മക്കളുടെ കാണാതെ പോയ ആടുകളിലേക്കാണ് എന്ന് പറയുന്ന ചില വചനഭാഗങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. സത്യമാണ്, ഉള്ളത് അങ്ങനെ തന്നെയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, എല്ലാ വാഗ്ദത്തങ്ങളും പിതാക്കന്മാരും എല്ലാം ദൈവം പറഞ്ഞത് ഇസ്രായേൽ മക്കളോടാണ്.
അബ്രഹത്തിന്റെ അനുഗ്രഹമാണ് ക്രിസ്തയേശുവിൽ നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് ബൈബിളിൽ ഒരു പ്രിൻസിപ്പിളാണ് റോമ 1:16 പറയുന്നു, സുവിശേഷം ആദ്യം യഹൂദനും പിന്നെ ആണ് യവനനും. ആ പ്രിൻസിപ്പിളാണ് കർത്താവ് യേശു കീപ്പ് ചെയ്ത് ഇത് കൊടുത്തത് സ്വർഗസ്ഥ പിതാവുമാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അവിടെ കൊണ്ട് നിർത്തരുത്. യേശു വീണ്ടും പറയുന്നു, എന്നാൽ ഈ ആട്ടിൻകൂട്ടത്തിൽ പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, ഞാൻ അവയെയും ചേർക്കേണ്ടതാകുന്നു. ഇവർ വേറെ അവർ വേറെ എന്നല്ല, ഇവർ രണ്ടും കൂടെ ഒരാട്ടിൻകൂട്ടമായി. എങ്ങനെ 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 ഇവർ വേറെ അവർ വേറെ എന്നല്ല, ഇവർ രണ്ടും കൂടെ ഒരാട്ടിൻകൂട്ടമായി ഒരിടയനുമായി തീരണം. അതുകൊണ്ട് ജനത്തെ ചതിക്കരുത്. യേശുക്രിസ്തു പറഞ്ഞതിന്റെ പകുതി പറയാതെ മുഴുവനും പറയുക. So our brothers in those churches distort the word of God to justify themselves, and one of the verses that they use is when Jesus Christ said, "It is not, I have not been sent except to the lost flock of the king of Israel." And while this is in fact true, because the inheritance that we received is actually the inheritance given to, the promise given to Abraham. We received a promise because of Abraham, and but what they do not tell you is the continuation of what Jesus said, which is that, but apart from this flock, I also have flock that do not belong to this, and both these flocks must join together and become one flock, and I will be their head. So they forgot to tell you that, and use such verses to justify that the kingdom of heaven is only for Israel. മത്തായിയുടെ സുവിശേഷം 25-24 വാക്യത്തിലാണ് യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നത്, അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അതേ സമയം തന്നെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയാണ്, ഈ തൊഴുത്തിൽപ്പെടാത്ത, ഏത് തൊഴുത്തിൽപ്പെടാത്ത? ഇസ്രായേൽ എന്ന ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനും ആയിത്തീരും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. It is in the book of Matthew, chapter 25, verse 15, verse 24. Chapter 15, verse 24, that Jesus Christ says, Sorry. "But he answered and said, I was sent only to the lost sheep of the house of Israel." But the same Jesus Christ in the book of John, chapter 10, verse 16. Chapter 10, verse 16 says, "And I have other sheep that are not of this fold. I must bring them also, and they will listen to my voice, and they will become one flock with one shepherd." ഹല്ലേലൂയ. മനസ്സിലായോ? രണ്ട് വചനം പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. മത്തായി 15:24 മറ്റത് യോഹന്നാൻ 10:16. അപ്പോൾ ഇത് വ്യക്തതയോടെ ഓർമ്മ വേണം. ഇതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ യേശു പറഞ്ഞത്, നിങ്ങൾ ശമരിയ പട്ടണത്തേക്ക് കടക്കാതെ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ ജാതികളുടെ അടുക്കൽ പോകാതെ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ മാത്രം ചെല്ലുക. പക്ഷേ ആ ഫസ്റ്റ് ലെവൽ ശുശ്രൂഷ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ, റോമ 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, വിശ്വസിക്കുന്ന യഹൂദന്മാർക്ക് മാത്രമല്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും. അപ്പോൾ ഓർഡർ എങ്ങനെയാ പോകുന്നേ? ആദ്യം യഹൂദനും പിന്നെ യവനനും. അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാകുന്നു. അപ്പോൾ ഈ തിരിച്ചറിവ് നിങ്ങൾക്കില്ല എങ്കിൽ ഈ കൂട്ടർ വന്ന് നിങ്ങളെ ചതിക്കാനായിട്ട് ഇടയാകും. ദൈവരാജ്യ സുവിശേഷം യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ ചതിക്കാനായിട്ട് ഇടയാകും. But then why did Jesus go to the Jews first? It is written in the book of Romans, chapter 1, verse 16, "For I am not ashamed of the gospel, for it is the power of God for salvation to everyone who believes, to the Jew first and also to the Greek." So it's a principle that is followed because of Abraham and the prophets and the ancestors, that
you go to first to the gospel is first shared with the Jew and then to the Greek. But those people who do not have knowledge of this, they come and deceive people, saying that the gospel of the kingdom of heaven is only for Israel, when that is not true. പ്രിയ സഹോദരങ്ങളെ, ഇനി എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഇവർ ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ, ഇസ്രായേൽ മക്കൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏകദേശം 700-750 വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു. ഇസ്രായേൽ അതിനു മുമ്പ് 2 ഡിവൈഡ് ചെയ്യപ്പെട്ടു. 12 മക്കളിൽ 10 പേരടങ്ങുന്ന ഒരു കിങ്ഡം ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട്, മറ്റത് 12 മക്കളിൽ 2 പേരടങ്ങുന്ന വേറൊരു കിങ്ഡം യഹൂദ എന്ന് പറഞ്ഞുകൊണ്ട്, യേശുക്രിസ്തുവിന് ഏകദേശം 700-750 വർഷങ്ങൾക്ക് മുമ്പ് അതിൽ 10 പേരടങ്ങുന്ന കിങ്ഡത്തെ അസീറിയക്കാർ വന്ന് കീഴടക്കി കൊണ്ടുപോയി. യേശുക്രിസ്തുവിന് ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ 2 പേരടങ്ങുന്ന യഹൂദ എന്ന കിങ്ഡത്തെ ബാബിലോണിയൻ കിങ്ഡം വന്ന് കീഴടക്കി കൊണ്ടുപോയി. അന്ന് മുതൽ യഹൂദന്മാർക്ക് ഒരു രാജ്യം ഇല്ല. അത് ഏകദേശം 2000 വർഷം തുടർന്നു. ഒരു രാജ്യമില്ല. ഇവരെല്ലാവരും വിശുദ്ധ ബൈബിളിലെ വാഗ്ദത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ഇവർക്ക് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ പുത്രൻ മിശിഹ വരുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. മിശിഹ എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ രാജാവ്. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ, വചനം എന്ന് മറുപേറുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു വചനം മാംസമായി ഈ ഭൂമിയിൽ വന്നു. ഈ യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിച്ച ചെറുകൂട്ടം യഹൂദന്മാരുണ്ടായിരുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷവും യേശു വെറും മനുഷ്യനാണ്, തച്ചന്റെ മകനെന്ന് വിശ്വസിച്ചവരായിരുന്നു. എന്നാൽ ഇവരുടെ ഇടയിൽ പ്രചരിച്ച ഒരു ചിന്തയുണ്ടായിരുന്നു, ഈ യേശു ആണ് മിശിഹ രാജാവ്, ഈ യേശു ക്രിസ്തു ഞങ്ങൾക്ക് രാജ്യം യഥാസ്ഥാനമാക്കി തരും, ഞങ്ങൾക്കൊരു കിങ്ഡം ഉണ്ടാക്കി തരും എന്നിവർ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാവരും യേശുവിനെ ആ രൂപത്തിലാണ് കണ്ടത്. എന്നാൽ യേശു അതുമായി ഒരു പ്രവൃത്തി ഇവിടെ ചെയ്യാൻ പോയില്ല. So to explain the context of this, context of kingdom of Israel needing a kingdom, so around 750 years back, as we know, Israel had a kingdom which was the Davidic kingdom. But then that around 750 years before Christ walked on earth, before Jesus came to earth, that kingdom was divided. 2 tribes, which is Judah and Benjamin, went to David, and other 10 tribes became another separate kingdom called the kingdom of Israel. Around 500-600 years before Christ, the kingdom of Israel was conquered by the Assyrian Empire, and around 400 years before Christ, the kingdom of Judah was conquered by the Babylonian Empire. And since then, Israel never really had a kingdom. They were always subjugated to other empires. And it is in this context that Israel the people of Israel yearned for a kingdom for themselves. And in fact, it took more than 2,000 years for, even after 2,000 years, they still didn't have a kingdom. And it is in this context that Jesus Christ came and proclaimed the gospel of the kingdom of heaven. And many people believe that he is the Christ, he is the Messiah, the Son of God, who would come and restore the kingdom of Israel to them. And that, but even then, Jesus Christ took no action whatsoever to restore the kingdom of the worldly kingdom to Israel. ശ്രദ്ധിക്കുക, ഈ ബാബിലോണിയൻ അടിമത്തത്തിൽ നിന്ന് കോരസ് എന്ന രാജാവിൽ ദൈവം ഇടപെടുകയും അതിലൂടെ ഇവർ തിരികെ ഇസ്രായേൽ ദേശത്തെത്തി. ഈ ചരിത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എങ്കിലും ഇവർക്കൊരു കിങ്ഡം ഉണ്ടായില്ല. റോമ ഗവൺമെൻറ്റിൻ്റെ അടിമത്തത്തിൽ ആയിരുന്നു ഇവർ ആ സമയത്ത്.
അതുകൊണ്ട് ഇവർ റോമ ഗവൺമെൻറ്റിൻ്റെ ഭരണാധികാരികൾക്ക് കീഴിൽ കപ്പം കൊടുത്തുകൊണ്ട് ടാക്സ് അടച്ചുകൊണ്ടായിരുന്നു ഇവർ ജീവിച്ചിരുന്നത്. ഇങ്ങനെ ടാക്സ് അടച്ച ആ ടാക്സ് ഓഫീസറിൽ ഒരാളാണ് സക്കയൂസ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോഴും ഇവർക്ക് കിങ്ഡമില്ല. ഇവർ യേശുവിനെ പ്രതീക്ഷിച്ചത് യേശു ക്രിസ്തു ഞങ്ങൾ കിങ്ഡം സ്ഥാപിച്ച് തരുമെന്നായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു 3.5 വർഷം തൻ്റെ ശുശ്രൂഷ കഴിഞ്ഞു, മരിച്ച് ഉയർക്കപ്പെട്ടു. എന്നിട്ടും ഇവർക്ക് കിങ്ഡം കിട്ടുന്നില്ല. ഉടനെ ശിഷ്യന്മാർ വട്ടം കൂടി ചോദിച്ചു, നാഥാ, നീ എന്നാണ് ഇസ്രായേൽ മക്കൾക്ക് കിങ്ഡം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത്? കാരണം ഞങ്ങൾ ഈ 3.5 വർഷം ഞങ്ങൾ പ്രതീക്ഷിച്ചു, നീ ഞങ്ങളെ റോമ ഗവൺമെന്റിനെ തോപ്പിച്ച് നീ രാജാവായി ഞങ്ങൾക്കൊരു കിങ്ഡം യഥാസ്ഥാനപ്പെടുത്തി തരുമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ഇനി നാഥാ, എന്നാണ് നീ ഞങ്ങൾക്ക് ഒരു കിങ്ഡം യഥാസ്ഥാനമാക്കി തരുന്നത്? ഏത് കിങ്ഡം? ദൈവരാജ്യമല്ല. കേരളത്തിൻ്റെ പകുതി മാത്രം വലിപ്പമുള്ള ഒരു ഉണ്ണിക്ക ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്ത് കിങ്ഡം ഉണ്ടാക്കി തരുന്നത് എന്നാണെന്നാണ് ചോദിച്ചത്. ഉടനെ യേശുക്രിസ്തു തിരിച്ചു പറഞ്ഞൊരു കാര്യം, എൻ്റെ പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നത് നിങ്ങൾക്കുള്ളത് അല്ല. മനസ്സിലായോ? ഹല്ലേലൂയ. അവർ അന്വേഷിക്കുന്നത് ഇസ്രായേൽ രാജ്യമാണ്, ദൈവരാജ്യം അല്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് കൂട്ടരെ പറഞ്ഞു പരത്തുന്നത് ഇസ്രായേലിന് മാത്രമേ ഉള്ളൂ ദൈവരാജ്യം, അത് നമുക്കുള്ളത് അല്ല. ഇസ്രായേൽ കാത്തിരുന്നത് ദൈവരാജ്യമല്ല, ഇസ്രായേൽ കാത്തിരുന്നത് ഏകദേശം കേരളത്തിൻ്റെ മാത്രം പകുതി വലിപ്പത്തോടുള്ള ആ ഒരു ഭൂപ്രദേശത്ത് അവർക്ക് റോമ ഗവൺമെന്റിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അവർക്ക് ദാവീദിനെ പോലെ ഒരു രാജാവിനെ അവിടെ കിട്ടി അവരുടെ രാജ്യം യഥാസ്ഥാനപ്പെടുന്നതിനെ കുറിച്ചായിരുന്നു അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം മറക്കണ്ട. ആ വാക്യം കൂടി വായിച്ച് ട്രാൻസ്ലേഷനിലേക്ക് എടുക്കുക. അപ്പോസ്തല പ്രവൃത്തി 1-ാം വാക്യം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ശിഷ്യന്മാരുടെ കൂടെ 40 ദിവസം കൂടെയുണ്ട്. ആ സമയത്താണ് ചോദിക്കുന്നത്, കാരണം ഈ 3.5 വർഷം ഒരു കാര്യവും നടന്നില്ല. അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ. അവരുടെ ഹൃദയത്തിലുള്ളത് മുഴുവൻ ഇസ്രായേലിന് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രാജാവിനെയാ. യേശു അവരോട് തിരിച്ചു പറഞ്ഞു. യേശു അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളത് അല്ല. അപ്പോൾ അതിനൊരു സമയമുണ്ട്, ആ സമയത്ത് ദൈവം ചെയ്യും. So to explain further, as we discuss, Israel lost their kingdom finally to the Babylonian Empire. They were conquered, but then God worked through King Cyrus of Persia, and he brought the exiles back to the land of Israel. But even so, the people of Israel was still not a kingdom. They were subjected to the Roman Empire. They paid tribute to the Roman Empire. They paid taxes to the Roman Empire. In fact, even in the book of Bible, you have many tax collectors like Zacchaeus or Matthew, whose job was to collect tax and give to the Roman Empire. So they were all subject to the Roman Empire. And it is in this context that we see in the book of Acts, after Jesus' ministry of 3.5 years, and then he was crucified, he rose from the dead, and at this point of time his apostles are asking them, because they now felt that it is now time, because Jesus has been crucified, now he's rose from the dead, and now it's time for him to give them a kingdom on earth. And it is in this context, and in the book of Acts chapter 1 verse 7 they say, verse 6 they say, so when they had come together, they began asking him, saying, Lord, is it at this time that you are restoring the kingdom to Israel? But he said to them, it is not for you to know the periods of time or appointed times which the Father has set by his own authority. So here, in fact, even many of the apostles were not thinking about the kingdom of heaven or the kingdom of God, but they were actually thinking about a worldly kingdom that is smaller than even the size of Kerala. So that is a worldly kingdom for their people, for Israel. But Jesus Christ replied that it is not for you to know periods of time or appointed times which the Father has set by his own authority. And the kingdom of heaven that he preached was not something that is even related to the kingdom of Israel in earth. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം
ഇതാ കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതാ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സൈസ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. കേരളം ഏകദേശം 40,000 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഇസ്രായേൽ ഏകദേശം 20,000 സ്ക്വയർ കിലോമീറ്ററാണ്. ഓൾമോസ്റ്റ് പകുതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവരാജ്യം എന്ന് പറയുന്നത് ഇത്ര ഒരു ചെറിയ ഏരിയയിൽ ഒതുങ്ങുന്നതാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് ഏൻഷ്യൻ കിങ്ഡമാണ്. അത് ഓൾറെഡി ഉണ്ട്. എന്നാൽ ആ ദൈവരാജ്യത്തിൻ്റെ ഭരണം എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാൻ പോകുന്നത് ഈ കൊച്ചു കഷ്ണം ഇസ്രായേൽ ലാൻഡിലേക്കല്ല. ദൈവരാജ്യത്തിൻ്റെ ഭരണം എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാനായിട്ട് പോകുന്നത് നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ സർവ്വഭൂമിയിലേക്കുമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇങ്ങനെ പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. എങ്ങനെ? അങ്ങയുടെ രാജ്യം വരണമേ. എവിടെ? ഇസ്രായേൽ എന്ന കൊച്ചു കഷ്ണത്തിലാണോ? അല്ല. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഇസ്രായേലിൽ നിറവേറണമെന്നല്ല, സർവ്വഭൂമിയിലും നിറവേറണമേ. അങ്ങനെ ഓൾറെഡി ഉള്ള ദൈവരാജ്യത്തിൻ്റെ ഭരണം ഇതാ ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ മക്കളിലൂടെയും സർവ്വഭൂമിയിലേക്കും വരുന്നതാണ്. ഭൂമിയെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ദൈവരാജ്യം. അല്ലാതെ ഈ കാണുന്ന ഇച്ചിരി ചെറിയ ആ ഭൂപ്രദേശത്ത് മാത്രം ഒരു ഭരണം വരുന്നതല്ല എന്ന് ആദ്യം തിരിച്ചറിയണം. ആരും ഏതുവിധേന നിങ്ങളെ ചതിക്കരുത്. So as shown in the presentation before, we see a comparison of the size between Israel and Kerala. Israel is around 20,000 square kilometers and Kerala is around 40,000, less than 40,000. So Kerala is approximately twice the size of Israel in terms of land area. And Jesus Christ was not talking about such a small kingdom when he spoke about the kingdom of heaven. It is evident from the Bible. And the kingdom that Jesus Christ, even when he taught us to pray, he said the kingdom is for the entire world, not for Israel or for a small place like Kerala or Israel, but for the entire world. And we should always keep this in mind and not get distorted by what many others are saying. ഇതിൻ്റെ ഈ ഭരണമാണ്, ഈ യഥാസ്ഥാനപ്പെടുത്തുന്ന ഭരണമാണ് വെളിപ്പാട് പുസ്തകം 20:4 സംഭവിക്കുന്നത്. ഇവിടെ ഈ ഭൂമിയുടെ ഭരണം സ്വർഗീയ പിതാവിന് വേണ്ടി യേശുക്രിസ്തു ഏറ്റുവാങ്ങും. യേശുക്രിസ്തുവിനോട് കൂടെ ജയം പ്രാപിക്കുന്ന നമ്മളും ഏറ്റുവാങ്ങും. അന്ന് ആ ദൈവരാജ്യം ഭൂമിയെ വാഴുമ്പോൾ ഇസ്രായേലിൻ്റെ രാജ്യവും യഥാസ്ഥാനപ്പെടും. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ കീഴിൽ ഇസ്രായേലിന് ഒരു രാജാവ് ഉണ്ടാകും. ആ രാജ്യം യഥാസ്ഥാനപ്പെടും. മാത്രമല്ല, ഈ ലോകത്തിലെ എല്ലായിടവും ക്രിസ്തുവിൻ്റെ കീഴിൽ രാജാക്കന്മാർ ഉണ്ടാകും. അതിലൊരാൾ നീയുമായിരിക്കണം. ഹല്ലേലൂയ. ജയിക്കുന്നോ? യേശുക്രിസ്തു ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ ജയിച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. പിതാവും പുത്രനിൽ പുത്രന്മാരും കൂടി ഒരു സിംഹാസനം. അതിൻ്റെ അർത്ഥം സ്വർഗത്തിൽ വേറെ സിംഹാസനങ്ങൾ ഇല്ലെന്നല്ല, ഒരു ഭരണകൂടം എന്ന് കാണിക്കുന്ന സിംബോളിസമാണ്, സിംബോളിക് ലാംഗ്വേജ് ആണത്. So in the Bible we see that finally in the book of Revelations, when this kingdom of heaven is actualized, and if we read the book of Revelations chapter 20 verse 4, then I saw thrones and they sat on them, and judgment was given to them. Hold on, it's in the verse. Yeah, and I saw the souls of those who have been beheaded because of the testimony of Jesus and because of the word of God, and those who had not worshipped the beast or his image and had not received the mark on their foreheads and on their hands, and they came to life and reigned with Christ for 1,000 years. So here Jesus Christ is reigning for 1,000 years on the entire earth, and this is the kingdom of heaven. And beneath that is subordinated to Jesus Christ, Israel too will get a kingdom at this point of time, and there will be a ruler for Israel too. And there will be a ruler not just for Israel but for many other places. And I am inviting you to be one of those kings who will be reigning as subordinate to Jesus Christ. നിങ്ങളത് വായിച്ചു, അത് മുഴുവൻ വീട്ടിലിരുന്ന് വായിക്കുക. അതിൻ്റെ 20:4 അവസാനവും 20:6 അവസാനവും പറയുന്നത് അവർ 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാഴും എന്നാണ്. അവർ എന്ന് പറയുന്നത് ജയം പ്രാപിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്, മരണമില്ലാത്ത നമ്മൾ ഓരോരുത്തരുമാണ്. ആ ഗവൺമെൻറ്, സ്വർഗം ഭൂമിയെ വാഴുമ്പോൾ ആ ഗവൺമെൻറ്റിൽ നമ്മളും ഉണ്ടായിരിക്കണം. അന്ന് ഇസ്രായേലും ബൈബിളിലെ പ്രവചന പ്രകാരം യഥാസ്ഥാനപ്പെടും. അവർക്ക് ഒരു രാജ്യം ഉണ്ടാകാനായിട്ട് ഇടയാകും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അവസാനം അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ
വാണു. അതാണ് 4-ാം വാക്യത്തിൻ്റെ അവസാനം. 6-ാം വാക്യത്തിൻ്റെ അവസാനം വെളിപ്പാട് 20:4-6 ആണ് ഈ പറയുന്നത്. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. മനസ്സിലാകുക, ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, യേശു ക്രിസ്തുവിൻ്റെ സമയത്ത് യേശു ക്രിസ്തു ആ ഇസ്രായേൽ മക്കൾക്കൊരു കിങ്ഡം ഉണ്ടാക്കാൻ വേണ്ടി പോയില്ല, റോമ ഗവൺമെൻറ്റിനെ തോൽപ്പിക്കാൻ പോയില്ല. പകരം റോമ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിന് കീഴിൽ തന്നെ നിന്നുകൊണ്ടാണ് യേശു ക്രിസ്തു അവിടെ തോൽപ്പിച്ചത്. റോമ ഗവൺമെൻറ്റിനെ അല്ല, യേശു ക്രിസ്തു അവിടെ തോൽപ്പിച്ചത് പൈശാചിക ഗവൺമെൻറ്റിനെയാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. കാരണം പൈശാചിക ഗവൺമെൻറ് മാറ്റപ്പെട്ടെങ്കിലേ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ഈ വ്യക്തതയോടെ ഈ കാര്യം തിരിച്ചറിയുക. So, if you read the book of Revelations, chapter 20, verse 4 and verse 6, and here it says, and they came to life and reigned with Christ for 1,000 years. And in the verse 6, and will reign with him for 1,000 years. So here we speak about finally the kingdom of God being actualized on earth, and we speak about those who have gained victory, who is reigning as kings, and we pray that you all will be there as kings at that time. But having said that, when Jesus Christ was crucified on earth, and when Jesus Christ came to this world and was crucified on earth and resurrected from the dead, he was not fighting against the Roman Empire. He was fighting against Satan's empire. He was fighting against devil's empire. He was defeating devil's empire, because only by defeating devil's empire, defeating Satan's empire, can the kingdom of heaven be established on earth. യേശു ക്രിസ്തു തൻ്റെ ജീവിതകാലത്ത് തോൽപ്പിച്ച കിങ്ഡം ഏതാ നിങ്ങൾക്ക് കാണണ്ടേ? കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, ക്രൂശിൽ വെച്ച് പിശാചിൻ്റെ കിങ്ഡത്തെ തോൽപ്പിച്ചു. ആ പിശാചിൻ കിങ്ഡത്തിലായിരുന്നു നമ്മൾ ഓരോരുത്തരെയും വിടുവിച്ചു. ഇനി നമുക്ക് യേശു ക്രിസ്തുവിനെ നാം വിളിച്ചപേക്ഷിച്ചാൽ, ഈ കാര്യം തിരിച്ചറിഞ്ഞാൽ, അവിടെ നിന്ന് യേശുവെ അനുഗമിച്ച് പുറത്തിറങ്ങാം. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച്, മലയാളം ട്രാൻസ്ലേഷൻ പോരാ, ക്ഷമിച്ച്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച്, ക്രൂശിൽ തറച്ച്, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. യേശു ക്രിസ്തു റിമൂവ് ചെയ്തത് റോമ ഗവൺമെൻറ്റിനെ അല്ല, പൈശാചിക ഗവൺമെൻറ്റിനെയാണ് താൻ തോൽപ്പിച്ചത്. ഹല്ലേലൂയ. ദൈവരാജ്യം സ്ഥാപിതമാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന റോമ ഗവൺമെൻറ് അല്ല, പ്രധാനമായും തടസ്സമായി നിൽക്കുന്നത് പൈശാചിക ഗവൺമെൻറ്റാണ്. കാരണം ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ഭൗതികമല്ല, ജീവനും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ അന്തരീക്ഷത്തിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യത്തിലെ അന്തരീക്ഷം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൈശാചിക രാജ്യത്തെ റിമൂവ് ചെയ്തത്. പൈശാചിക രാജ്യം നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തല്ല, പൈശാചിക രാജ്യം നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ ഉള്ളിലാണ്. Now, if we want to know about this kingdom of devil, kingdom of Satan that was defeated by Jesus Christ, it's written in the book of Colossians chapter 2, verse 14 and 15. Having cancelled the certificate of debt consisting of decrees against us, which was hostile to us, and he has taken it out of the way, having nailed it to the cross. When he had disarmed the rulers and authorities, he made a public display of them, having triumphed over them through him. So it is the rulers and authorities in the spiritual realm that is being talked here, that Jesus Christ defeated through his cross and gained victory over. And this is important to know, because the kingdom of God is not physical, in the sense that it's not a matter of food and drink. It is a matter of life, peace, and life and peace, and peace in your mind, and you should realize that. And the joy of the Holy Spirit. And the joy of the Holy Spirit. ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുള്ള ഒരു ചെറിയ പീസ് ലാൻഡായ ഇസ്രായേൽ അല്ല. ഹല്ലേലൂയ. ദൈവരാജ്യം യേശുക്രിസ്തു അന്നത്തെ പരീക്ഷമാർക്ക് തിരുത്തി കൊടുത്തു. അത് കാണുന്നതല്ല. ഇസ്രായേൽ കാണാം, കേരളം കാണാം, ഇന്ത്യ കാണാം, USA കാണാം, ആഫ്രിക്ക കാണാം. അത് കാണുന്നത് രാജ്യമല്ല, അത്
നിന്റെ ഉള്ളിലാണ്. ഹല്ലേലൂയ. ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാ. യേശുക്രിസ്തു വന്നത് നമ്മുടെ ഉള്ളിൽ പൈശാചിക രാജ്യം മാറ്റി നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. അത് സ്ഥാപിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസായി, അതിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ ഈ ഭൂമിയിലേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നത് എന്നിലും നിങ്ങളിലൂടെയാണ്. Again, Jesus Christ, when he was asked by the Pharisees, where is the kingdom of God, explained that kingdom of God is not physical, that kingdom of God is within you. And kingdom of God is established within you. And when it is established within you, as an influence of that kingdom that is established within all of us, that will also be extended to this earth, to the physical realm. But in reality, the kingdom of God is in the spiritual realm. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ദൈവരാജ്യവും മനുഷ്യരാജ്യവും തമ്മിൽ, അല്ലെങ്കിൽ ദൈവപുത്രന്മാരുടെ രാജ്യവും തമ്മിൽ തിരിച്ചറിയണം. ഇത് മറന്നു പോകരുത്. ആദ്യം തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയാൻ കർത്താവിനെ പഠിപ്പിച്ചത്, ദൈവരാജ്യം അകത്തെ രാജ്യമാണ്, മനുഷ്യരാജ്യം പുറത്തെ രാജ്യമാണ്. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണം. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു വൃക്ഷത്തെ കൊണ്ടുവരിക. ഒരു വൃക്ഷത്തിന് ഭൂമിക്കടിയിൽ ജീവിതമുണ്ട്, അതോടൊപ്പം തന്നെ വൃക്ഷത്തിന് ഭൂമിക്ക് മുകളിൽ ജീവിതമുണ്ട്. ഭൂമിക്ക് അടിയിലുള്ള ജീവിതം നമുക്ക് കാണാൻ പറ്റത്തില്ല, അത് വേരുകളിലൂടെയാണ്. ഇതേപോലെ നമ്മളുടെ ഉള്ളിലുള്ള ജീവിതം, നമ്മുടെ ചിന്താതലത്തിലെ ജീവിതം, നമ്മുടെ ആത്മാവും ദേഹിയുമായിരിക്കുന്ന തലത്തിലെ ജീവിതം, അവിടെയാണ് ദൈവരാജ്യം. അതിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്, അതാണ് ആ വേരുള്ള തലം. അതിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മളുടെ ഈ ശരീരത്തിലൂടെ, അത് ജഡരക്ത ശരീരമാകാം, ആത്മശരീരമാകാം, ശരീരത്തിലൂടെ ഈ ഭൂമിയിലേക്ക് വെളിപ്പെടുന്നത്. അതാണ് മനുഷ്യരാജ്യം, അല്ലെങ്കിൽ ദൈവപുത്രന്മാരുടെ രാജ്യം. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവില്ല എങ്കിൽ നമ്മൾ ചതിക്കപ്പെടാൻ ഇടയാകും. So before we move further, let us explain the difference between the kingdom of men and the kingdom of God. And in simple words, the kingdom of God is within you, while the kingdom of God is without you, that is outside of you. And let's explain it with the diagram of a tree here. So here we have a tree that's the roots that is within is the kingdom of God. But then whatever is within you could influence you outside as well. And it may have an influence in the outside world through you who all belong to the kingdom of God. And thus it may have its influence even in the kingdom of men. പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് പരീശന്മാർക്ക് ഇത് അറിയത്തില്ല, ദേവദാസന്മാർക്ക് ഇത് അറിയത്തില്ല. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. എങ്ങനെയാണ് ഈ ദൈവരാജ്യം വരുന്നതെന്ന് ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഓ ലോർഡ്, ഐ ലവ് യു. 17:20, ലൂക്കോസ് 17:20 മുതൽ നമ്മൾ കാണുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യമാണ്. വചനം വായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കാം കേട്ടോ. എനിബഡി? ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നവൻ ഉത്തരം പറഞ്ഞു. ശ്രദ്ധിച്ചാട്ടെ, ഇവിടുത്തെ വിഷയം ദൈവരാജ്യമാണ്. കാരണം യേശുവിൻ്റെ പ്രസംഗ വിഷയവും ദൈവരാജ്യമാണ്. അപ്പോൾ പരീശന്മാർ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ ചിന്തയിൽ ഇസ്രായേലിൽ രാജ്യം, ഭൗതിക രാജ്യം വരുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കണേ. ആ ഒരു കോൺസെപ്റ്റിൽ അവർ ചോദിക്കണേ. ഈ ചോദിക്കുമ്പോൾ അത് എപ്പോൾ വരും, ശരി ക്രിട്ടിസൈസ് ചെയ്ത് ചോദിക്കണം, അത് എപ്പോൾ വരും, നീയല്ല അത് വർത്താൻ കൊണ്ടുവന്ന്, എപ്പോൾ വരും? അപ്പോൾ അവരുടെ ചിന്തകൾക്ക് വിപരീതമായി യേശു പറയാണ്, ഇത് കാണുന്ന രാജ്യം അല്ല. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദാവീദ് വാഴുന്നത് പോലൊരു കാണുന്ന രാജ്യത്തെക്കുറിച്ചാണ്. ഇത് കാണുന്ന രാജ്യം അല്ല. ഈ രാജ്യം നിങ്ങളുടെ ഇടയിൽ, മലയാളത്തിൽ, ഇംഗ്ലീഷിൽ KJV ആൻഡ് ASV, അത് വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷനാണ്. അവർ എഴുതിയിരിക്കുകയാണ്, ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു, നിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. വളരെ നമുക്ക് കാഴ്ചപ്പാട് തരുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് യേശു പറഞ്ഞ്, ദൈവരാജ്യം നിന്റെ ഉള്ളിലുണ്ട്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ, ഇന്ത്യ, പാകിസ്ഥാൻ, റഷ്യ, കാനഡ,
ചൈന ഒക്കെ നിന്റെ ശരീരത്തിൻ്റെ പുറത്താണുള്ളെങ്കിൽ ദൈവരാജ്യം നിന്റെ ഉള്ളിലാണുള്ളത്. ഹല്ലേലൂയ. ഇപ്പം ഇത് പറയുമ്പോൾ മനസ്സിലാകാത്ത ഉടനെ എങ്ങോട്ട് പോകണം? മരത്തെ കണ്ടോളണം. മരത്തെ കണ്ടാൽ മതി, കാര്യം പിടുത്തം കിട്ടും. ഹല്ലേലൂയ. So let's explain this with Jesus' own words. Throughout Jesus' ministry on earth, his primary topic of preaching, his primary preaching was about the kingdom of God. And that's the reason our primary topic of preaching too is the kingdom of God. We are following Jesus. And because Jesus' primary topic of teaching was the kingdom of God, the Pharisees came to him and asked him, you speak about this kingdom of God, but where is this kingdom of God? And let's look at the reply that Jesus Christ gave. And being asked by the Pharisees, when the kingdom of God cometh, he answered them and said, the kingdom of God cometh not with observation, neither shall they say here or there, for lo, the kingdom of God is within you. So this is a very insightful statement. Jesus Christ makes it very clear that kingdom of God is not of this realm, but the kingdom of God is within you, within each of those who believe. യേശുക്രിസ്തു ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ യഹൂദന്മാർ തങ്ങൾക്കൊരു രാജ്യം, ഒരു രാജാവിനെ അവർ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ് യേശുക്രിസ്തു ഇവിടെ ജീവിച്ചിരുന്ന ആ കാലയളവിൽ ഇവർ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ നോക്കി. കാരണം ദാവീദിനെ പോലെ മറ്റൊരു രാജാവ് വന്ന് റോമ ഗവൺമെന്റിനെ തോൽപ്പിച്ച് ഞങ്ങൾക്ക് കിങ്ഡം യഥാസ്ഥാനമാക്കി തരും. യേശുക്രിസ്തു എന്താ ചെയ്യുന്നറിയാമോ? എന്നെ പിതാവ് അയച്ചത് നിങ്ങൾക്ക് ഇസ്രായേൽ രാജ്യം ഉണ്ടാക്കി തരാനല്ല, എന്നെ പിതാവ് അയച്ചത് പിശാചിൻ്റെ രാജ്യം തകർക്കാനാണ്. അതുകൊണ്ട് യേശു നമ്മളെപ്പോലെ സൂത്രപ്പണി കാണിച്ച് എന്നാൽ തലയിലേക്ക് ഇന്ന തല വെച്ചോളാൻ പറഞ്ഞ് നിന്നു കൊടുത്തില്ല. യേശു ഉടനെ തന്നെ അവരുടെ ഇടയിൽ നിന്ന് സ്ഥലം മാറിപ്പോയി. ഇതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. Now, as we discussed, the Israelites at that time were always looking for a kingdom, but not for the kingdom of God, but for a kingdom for Israel, an earthly kingdom. And in many times they always confuse Jesus' kingdom of heaven with the earthly kingdom. And we see that in the book of John, chapter 6, verse 15, they tried to make, because they were always thinking about an earthly kingdom, they tried to crown Jesus as king for themselves. And Jesus Christ, on the other hand, didn't refuse to do so, and withdrew from there, because the kingdom of heaven that he is speaking about, the kingdom of God that he is speaking about, is not of this world. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പോറ്റിയ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാലൻസ് വന്ന അപ്പക്കഷ്ണങ്ങൾ 12 കൊട്ട നിറച്ചു എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഈ അടയാളങ്ങൾ കണ്ടിട്ട് അന്ന് കൂടിയിരുന്ന യഹൂദജനം എന്ത് ചെയ്യുന്നറിയാമോ? ഇവനാണ് വരാൻ പോകുന്ന മിശിഹ, പ്രവാചകൻ എന്ന് ചിന്തിച്ച് യേശുവിനെ രാജാവാക്കാൻ പോകുന്ന രംഗമുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. എന്നാൽ അതിൻ്റെ 15-ാം വാക്യം മാത്രം വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നു, അവർ വന്ന്, ആര്? ഈ ശുശ്രൂഷ അനുഭവിച്ച യഹൂദജനം വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ യഹൂദന്മാരുടെ മുഴുവൻ പ്രത്യേകിച്ച് യേശു ദൈവരാജ്യം പ്രസംഗിക്കുമ്പോഴും അവരുടെ ചിന്തയിൽ ആ ദൈവരാജ്യം അവരുദ്ദേശിച്ചത് ഇസ്രായേൽ രാജ്യമാണ്. എന്നാൽ യേശുവിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല. അതിന് ഒരു സമയമുണ്ട്, എൻ്റെ പിതാവ് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, ആ സമയത്ത് അത് നടക്കുവാനായിട്ട് ഇടയാകും എന്നാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടും യേശു ശിഷ്യന്മാരോട് പറയുന്നത്. So let's read that verse which is in the book of John chapter 6 verse 15. To give a context, here Jesus Christ fed the 5,000 with loaves and then 12 basketfuls through his miracle, and 12 basketfuls of breadcrumbs were collected. And seeing this, the crowd who had gathered together, they all wanted to make Jesus Christ king. And at that time Jesus Christ withdrew from becoming a king according to this verse. So Jesus, aware that they intended to come and take him by force to make him king, withdrew again to the mountain by himself alone. So
whenever Jesus Christ was preaching about the kingdom of God, many of the Israelites, they were always thinking about their own kingdom. They were not thinking about the kingdom of God, but about their own earthly kingdom, establishing a kingdom for Israel on earth. But Jesus Christ never had that intention. As we read earlier in the book of Acts, after his resurrection, his disciples asked him, "Are we going to restore Israel to us? Restore Israel?" And his reply was that there is a time for which God has designed times for everything, and that is not what he came for. മറ്റൊരു ഭാഗം കൂടെ നമുക്ക് വായിച്ച്, ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നത് തങ്ങൾക്ക് ഒരു കിങ്ഡമാണ്, ഭൗതിക കിങ്ഡമാണ് എന്ന് ഉറപ്പിക്കാൻ തക്കവണ്ണം മറ്റൊരു സാഹചര്യം കൂടി പറയാം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, ശിഷ്യന്മാർ ചെതറി. ഇങ്ങനെ ഇരിക്കെ 2 ശിഷ്യന്മാർ എമ്മൗസിലേക്കുള്ള യാത്രയാണ്. എമ്മൗസിലേക്കുള്ള യാത്രയിൽ ഇവർ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ നേതാവിനെ കൊന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ഇവരോട് ചേർന്ന് നടക്കാൻ തുടങ്ങി. പക്ഷേ ഇവരുടെ കണ്ണ്, അതായത് മനസ്സ് ബന്ധിച്ചിരുന്നത് കൊണ്ട് ഇവർക്ക് കാര്യം പിടുത്തം കിട്ടിയില്ല ആരായി നടക്കണേന്ന്. അങ്ങനെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം സംസാരിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ യേശുക്രിസ്തുവിന് സംഭവിച്ചതൊക്കെ കൂടെ നടക്കുന്ന യേശുവിനോട് പറഞ്ഞു. എന്നാൽ അവരുടെ ആ വാക്കിൽ തന്നെ ഉത്തരമുണ്ട്. എല്ലാം നമുക്ക് വായിക്കേണ്ട. ലൂക്കോസ് 24:19 മുതൽ 21 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ പറഞ്ഞതിൻ്റെ ചെറിയൊരു സാരമുണ്ട്. ആ സാരത്തിൽ അടങ്ങിയിരിക്കുന്നത്, ഞങ്ങൾ പ്രതീക്ഷിച്ചു ഇവനാണ് ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ആളെന്ന് ഞങ്ങൾ ചിന്തിച്ചേ എന്നാണ് ഇവർ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഇവനെ ഞങ്ങളുടെ ഭരണാധികാരികളും പുരോഹിതന്മാരോട് പിടിച്ച് കൊന്നു കളഞ്ഞു. പക്ഷെ ഞങ്ങൾ ചിന്തിച്ചത് ഇവനാണ് ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ആളെന്നായിരുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ടെ. 19 മുതൽ. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. ഹല്ലേലൂയ. അപ്പം ഞങ്ങളെന്താ ചിന്തിച്ചേ? ഇവനാണ് ഇസ്രായേലിനെ വീണ്ടെടുക്കുന്ന രാജാവെന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നത്. പക്ഷെ സംഭവിച്ചതും മറ്റൊന്നായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മനസ്സിലാക്കുക, ദൈവരാജ്യം എന്നുള്ളത് ചെറിയൊരു ഭൂപ്രദേശത്ത് ഇസ്രായേലിലുള്ളൊരു രാജ്യമല്ല. ദൈവരാജ്യം എന്നത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ രാജ്യമാണ്. അത് ഓൾറെഡി ഉണ്ട്. എന്നാൽ ഭൂമിയിലേക്ക് ആ ഭരണം വരുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് ഇസ്രായേൽ മാത്രം ഒതുങ്ങുന്നതല്ല. പക്ഷേ ഈ ഭരണം വരുമ്പോൾ ആ ഭരണം തുടങ്ങുന്നത് സെൻട്രൽ ജെറുസലേമിൽ നിന്നായിരിക്കും ഭൂമിയെ സംബന്ധിച്ച്. So let me show you another proof that the people of Israel and even Jesus' own disciples were confused that about the kingdom of God, that they always expected an earthly kingdom for them and not heavenly kingdom, but Jesus had a different idea. So if we read the book of Luke chapter 24, the context here is that after Jesus Christ was crucified and they found the empty tomb after 3 days, two of the disciples were traveling to Emmaus, and they were discussing this matter about the crucifixion of Christ as well as the empty tomb, and they were speaking about this, and Jesus Christ came and walked with them, and they were explaining to him all that happened to Jesus Christ because they did not identify that it was Jesus. And here, when they explained this matter to Jesus Christ, we see what many of their expectations were. And
And it's written, let's read the book of Luke chapter 24 verse 19. And he said to them, what sort of things? And they said to him, those about Jesus the Nazarene, who proved to be a mighty prophet, proved to be a prophet, mighty in deed and word in the sight of God and all the people. And how the chief priests and our rulers handed him over to be sentenced to death and crucified him. But we were hoping that it was he who was going to redeem Israel. So their expectation was that Jesus Christ was going to establish a kingdom on earth for Israel. In fact, it is few days after this that they directly ask him that, is it now that you are going to establish a kingdom of Israel? But God's intention is entirely different. God's intention and Jesus Christ's intention was to establish the kingdom of heaven. Kingdom of heaven already exists and it rules over the entire universe. But the idea here was to spread that kingdom on earth so that it is established on earth as well. And that is why Jesus Christ came. And when it is finally actualized, it will cover the entire earth. But the center of that kingdom, from where it will be ruled, will be Jerusalem. മക്കളെ, നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ നടക്കണമെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇത് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ദൈവരാജ്യം യേശുക്രിസ്തു പറഞ്ഞു, അത് കാണത്തക്കവണ്ണമുള്ള ഇസ്രായേൽ പോലെ ഇന്ത്യ പോലെയുള്ള രാജ്യമല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ദൈവകൃപയിൽ തന്നെ ശരണപ്പെടുക. അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ഈ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഉള്ളിൽ എന്നെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റണില്ല. അത് അകത്തുനിന്ന് പുറത്തേക്ക് തള്ളുകയാണ്. ഇനി ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ട ദൈവം വെളിപ്പെടുത്തിയ ഒരു ഭാഗം, Lord, I love you. ദൈവം വെളിപ്പെടുത്തിയ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വൃക്ഷം. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ബൈബിളിലില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു യഹോഭക്തനായ പുരുഷൻ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാണ്, ലോകരാജ്യം നമ്മുടെ പുറത്താണ്. നിങ്ങൾ ഈ ചിത്രം മറന്നു പോകരുത്. ഇതിനോട് ചേർന്ന് എന്തോർക്കണം? ലൂക്കോസ് 17:20-21 ഓർക്കണം. പരീശന്മാർ ഒന്ന് ചോദിക്കുന്നു, ദൈവരാജ്യം എങ്ങനെയാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത്? അപ്പോൾ അവർ ചിന്തിക്കുന്നത് യഹൂദ രാജ്യം ഇപ്പോൾ വരും എന്നുള്ളതാണ്. യേശു ക്രിസ്തു ക്ലിയർ ആക്കി കൊടുക്കുകയാണ്, ഇത് കാണത്തക്കവണ്ണം അല്ല വരുന്നത്. വൃക്ഷത്തിൻ്റെ മോൾ ഭാഗം നമുക്ക് കാണാം, താഴ്ഭാഗം മണ്ണിൻ്റെ അടിയില്ല. കാണത്തക്കവണ്ണം അല്ല വരുന്നത്, ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ ഈ വൃക്ഷത്തെ കണ്ടിട്ട്, എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ എവിടെ നിന്ന് നോക്കണമെന്നറിയോ? നിങ്ങൾ വൃക്ഷത്തിൻ്റെ മോളിൽ നിന്ന് നോക്കിയാൽ പോരാ, വൃക്ഷത്തിൻ്റെ കൊമ്പിക്കയറിയിരുന്ന് നോക്കിയാൽ പോരാ, നിങ്ങൾ താഴേന്ന് നോക്കണം, മുകളിലേക്ക്. മനസ്സിലായോ? വേരിൻ്റെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് നോക്കണം. നിങ്ങളുടെ ജീവിതം ആനന്ദകരമായി തീരും. അതിനു മുമ്പ് നിങ്ങൾ ആ കാര്യം സ്ട്രക്ചറൈസ് ചെയ്യണം. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ആ ഒരു നോട്ടം കാണാം. അവിടെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം മനോഹരമാകും. ഇത് കണ്ടോ? ഇവിടെ നിന്ന് ദൈവരാജ്യത്ത് നിന്ന് ലോകത്തേക്ക് നോക്കുന്നു. ആ ഒരു ജീവിതമാണോ നമ്മുടെ ജീവിതം മനോഹരമായി തീരാനായിട്ട് ഇടയാണ്. So as Jesus Christ said, the kingdom of God is within you. And just as we were preaching, many things were bubbling out from the pastor's mind, and one of the things that we showed is this picture of tree. And as you know, in the book of Psalms it is written, a righteous man will be like a tree planted by streams of water, which yields its fruit in its season. So there is no tree. The kingdom of God is not described as a tree in the Bible, but from pastor's mind, the Holy Spirit is showing it as a tree. And what this means is that just when we look at a tree, we see everything that is external, but there is also a large root system that is internal, and the kingdom of God is like that. Whatever is kingdom of God is within you. It's inside you, and there may be, just like whatever is within you just like the root grows out into a tree externally, whatever is within you will have an influence
outside you. It will affect you in this physical realm as well. But the kingdom of God is within you. And if you want to see how that's influencing, you should stay in that kingdom of God, inside the root, and look outside, look externally to how the tree is growing. ശ്രദ്ധിച്ചേ, ഇതൊന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതം വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇനി ഇത് മനസ്സിലാക്കിയിട്ട് ശ്രദ്ധിച്ചേ, നിങ്ങൾ ഈ ചെടിയുടെ ഈ വേരെന്തിനു വേണ്ടിയാ ദൈവം കൊടുത്തേക്കണേ? ആവശ്യമായ വെള്ളവും വളവും വലിച്ചെടുക്കാൻ അല്ലേ? യേശുക്രിസ്തു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഓർക്കുന്നുണ്ടോ? ഈ ലോകത്ത് ജീവിക്കുന്ന, ഞാൻ പാരഫ്രൈസ് ചെയ്യാണ്, ഹല്ലേലൂയ, പാരഫ്രൈസ് വെച്ചാൽ വിശദമാക്കി പറയുക. ബൈബിളിൽ ഇതുപോലത്തെ 3 ടൈപ്പ് ഉണ്ട്: വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ, തോട്ട് ഫോർ തോട്ട് ട്രാൻസ്ലേഷൻ, പാരഫ്രൈസ് ട്രാൻസ്ലേഷൻ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പാരഫ്രൈസ് ചെയ്യുക, വിശദീകരിച്ച് പറയാം. യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളൊക്കെ ആരാന്നറിയാമോ? വെറും ബ്രാഞ്ചുകളാണ്, ഒരെണ്ണത്തിനും വേരില്ല. ഞാൻ മുന്തിരിവള്ളിയാണ്, എനിക്ക് വേരുണ്ട്. പിടുത്തം കിട്ടിയാ? ബ്രാഞ്ചിലേക്ക് വെള്ളം കയറൂല, കാരണം അതിനെന്തില്ല? വേരില്ല. പക്ഷേ മുന്തിരിവള്ളിക്ക് വേരുള്ളത് കൊണ്ട് അതിലേക്ക് എന്നാ കയറും? വെള്ളം കയറും, വളം കയറും അല്ലേ? അത് നിലനിൽക്കും. മറ്റത് ഉണങ്ങിപ്പോവും, നിങ്ങൾ ഉണങ്ങിപ്പോവും. പക്ഷേ എൻ്റെ സ്ട്രക്ചർ അങ്ങനെയല്ല. എനിക്ക് പിതാവിൽ വേരുണ്ട്. പിതാവ് എനിക്ക് വെള്ളമൊഴിച്ച് തരും, തോട്ടക്കാരന് വെള്ളമൊഴിച്ച് തരും. ഇനി നിങ്ങൾക്ക് വേരുണ്ടാകാൻ ഒരു മെത്തേഡുണ്ട്. ഇതുകൊണ്ട് വേരുകൾ കണ്ടോ? വേരുണ്ടാകാൻ ഒരു മെത്തേഡുണ്ട്. ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ഒരു ജീവൻ ഉണ്ടാകാൻ ഒരു മെത്തേഡുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്, ശ്രദ്ധിച്ച് കേൾക്കുക, തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദിയല്ല, നദികൾ ഒഴുകും. എത്ര വേരുണ്ട് നോക്കിയേ? ഓരോ വേരും ഓരോ നദിയാ, ഓരോ വേരും ഓരോ നദിയാ, ഓരോ വേരും ഓരോ നദിയാ. ഇതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, ഒന്ന് ഒറിജിനൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവരായിരിക്കണം. അണ്ട് അക്ഷരം കൊണ്ട് അമ്മാനമാടിയാൽ ഇതൊന്നും കിട്ടത്തില്ല. ഒറിജിനൽ യേശുവിൽ വിശ്വസിച്ച് അത് അക്ഷരത്തിലൂടെ ഉറപ്പിക്കണം. എങ്കിൽ ഈ ജീവജലത്തിൽ നമ്മുടെ ഉള്ളിൽ തുടങ്ങും. നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളിത് പുറത്തേക്ക് തള്ളല, അകത്തുനിന്ന് പുറത്തേക്ക് തള്ളല. ഹല്ലേലൂയ. നമ്മുടെ അകത്തുനിന്ന് സപ്ലൈ തുടങ്ങിയായി പുറത്തേക്ക്. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിങ്ങൾ ജീവൻ സപ്ലൈ ചെയ്യുന്ന ആത്മാക്കളാ. ആരെ പോലെ? ക്രിസ്തുവെ പോലെ. ഹല്ലേലൂയ. യെസ്. So if we understand this, this is a very joyful thing. So if you look at this tree on the screen, you see that it has roots. And why is roots required? Roots are required to suck up the water as well as the nutrients from the ground. And Jesus Christ also explained a parable about this, which is the parable of that vine. And Jesus Christ, to paraphrase what Jesus Christ said that he is the vine. And because unlike the disciples who does not have roots, Jesus Christ is the vine and has roots and is able to gain nutrients from the Father. But the disciples are not able to gain nutrients from the Father. But there is a method by which you too can grow roots, and that is as Jesus Christ said, those who believe in me, out of them shall flow rivers of life. And not one river, but not one stream, but many streams. And it's like the root system. And therefore, so that's how it is. സ്ക്രീനിലുള്ളവർക്ക് അത് സ്ക്രീൻ ഷെയർ ചെയ്തില്ലായിരുന്നു. അവർക്ക് അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്തു വയ്ക്കാം. ഇത് എങ്ങും എന്താ പറയുക, ഒരു പാറ്റൻറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമല്ല. ഇത് സൗജന്യമായി ദൈവം നമുക്ക് തരുന്നു, സൗജന്യമായി കൊടുക്കുന്നു. ഹല്ലേലൂയ. കാരണം ഇത് നിങ്ങൾ കേട്ടിട്ട് പോകുമ്പോൾ മറന്നു പോകും. പക്ഷേ ഒരു ചിത്രം കൊടുത്ത് നിങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചാലുണ്ടല്ലോ, പിന്നെ ഈ ചിത്രം മാറിപ്പോയി. ഓക്കെ, ഇതാ ഈ ഒരു ചിത്രം എടുത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ എവിടെ നിന്ന് വേണം നോക്കാൻ, ഞാൻ എവിടെ നിന്ന് വേണം ആരംഭിക്കാൻ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഇടയാകും.
ഒറിജിനലി നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്തുവിന് എത്ര റൂട്ട്സ് ഉണ്ടോ അത്രയും റൂട്ട്സ് നിങ്ങൾക്കായി. കാരണം മുന്തിരിവള്ളിക്ക് വേരുണ്ട്. ആ മുന്തിരിവള്ളിയോട് ആ ശാഖ ഒട്ടി നിന്നാൽ മുന്തിരിവള്ളിക്കുള്ള സകല വേരുകളും ശാഖയുടെ വേരായി മാറാനായിട്ട് ഇടയാകും. അനേക ജീവജല നദികൾ നമ്മളിന്ന് പുറപ്പെടും. യോഹന്നാൻ 7:37-38 വാക്യങ്ങളിൽ യേശുക്രിസ്തു പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഒരു മിനിറ്റ് അവിടെ ഒന്ന് നിൽക്കുക, ഓടിപ്പോകല്ല, നിങ്ങൾ നിൽക്കുക. എന്നിട്ട് മനസ്സിലാക്കി ഇത് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഹല്ലേലൂയ. വായിച്ചേ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് തന്നിൽ അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഹല്ലേലൂയ. കേട്ടോ? അപ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ടാകും? ഒരു പരിശുദ്ധാത്മാവിൻ്റെ നദി അവരുടെ അകത്ത് നിന്ന് അനേക നദികളായി പുറപ്പെടും. മനസ്സിലായോ? നദികൾ ഒഴുകും. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്നിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുവുമായിട്ട് ഒട്ടിയിട്ടുണ്ടോ എന്ന് അവനവനെ തന്നെ പരിശോധിക്കുക. അല്ലാതെ എത്രയോ ജാതികളുണ്ട് ഈ ലോകത്ത്. എല്ലാ ജാതികളിലും അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും സ്തുതിക്കുന്നതും ആരാധിക്കുന്നതുമായിട്ട് ആളുകളുണ്ട്. പക്ഷെ അവരുടെ ആരുടെ ഉള്ളിൽ നിന്ന് ജീവനദി പുറത്തേക്ക് വരുന്നില്ല. ഒറിജിനൽ യേശുവിനെ കുഞ്ഞെ നീ വിശ്വസിച്ച് നീ ആരംഭിച്ചാൽ നിന്റെ ഉള്ളിൽ നിന്ന് ജീവജലനദി പുറത്തേക്ക് ഇറങ്ങും. ഹല്ലേലൂയ. So if you look at that, the parable of the vine, Jesus Christ is the vine, has a root system, but the disciples does not. And the way disciples gain that root system is once they are attached to Jesus Christ, once the disciples are the branches, and once they are attached to Jesus Christ, they will be attached to the vine, and because they are now part of the vine, they also gain that root system. And it is in this context that in the book of John chapter 7 verse 37 and 38, it's written, "Now on the last day, the great day of the feast, Jesus stood and cried out, 'If anyone is thirsty, let him come to me and drink. The one who believes in me, as the scripture said, from his innermost being will flow rivers of living water.' But this he said in reference to the Spirit, whom those who believe in him were to receive, for the Spirit was not yet given, because Jesus was not yet glorified." So here Jesus Christ speaks about Holy Spirit, and once you remain in the vine, you will also receive Holy Spirit. You will get nutrients from the roots, and out of you shall flow rivers of life and rivers of living water. Now there are many gods in this world, but only by believing Jesus Christ will you have the rivers of life flow out of you. മക്കളെ, ശുശ്രൂഷയ്ക്ക് മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുക. യഥാർത്ഥ ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ അവൻ്റെ അല്ലെങ്കിൽ അവരുടെ അകത്തുനിന്ന് തള്ളല പുറത്തേക്ക്. അപ്പോൾ എന്തോ ഈ തള്ളണേ, ഇതിലേക്ക് നോക്കിയേ നിങ്ങൾ. ഈ ട്രങ്കിലേക്ക് അല്ലെങ്കിൽ ഈ തടിയിലേക്ക് നോക്കിയേ. ഈ തടി കൂടി എന്താ അകത്തുനിന്ന് പുറത്തേക്ക് തള്ളുന്നേ? ഈ തടി കൂടെ, ഈ വൃക്ഷത്തിൻ്റെ തടി കണ്ടോ? വൃക്ഷത്തിൻ്റെ തടി കൂടെ സൂം ഷെയർ ചെയ്തൊക്കെ ആണല്ലോ അല്ലേ? ശ്രദ്ധിച്ചേ. ഈ വൃക്ഷത്തിൻ്റെ തടിയിലൂടെ, ആ ട്രങ്കിലൂടെ എന്താണ് പുറത്തേക്ക് തള്ളുന്നത്? ഈ വേരിലൂടെ വലിച്ചെടുക്കുന്ന വെള്ളമല്ലേ? നമ്മൾ ദൈവരാജ്യക്കാരായ നമ്മുടെ ഉള്ളിലുള്ള സംഭവം ഇത് അകത്തുനിന്ന് പുറത്തിങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. അങ്ങനെ തള്ളൽ വന്ന് എന്ത് സംഭവിക്കും? ആ വൃക്ഷം വളരും അല്ലേ? നമ്മളിൽ അനേകർ വളരാത്തതിൻ്റെ കാരണം അകത്തുനിന്ന് തള്ളലില്ല. പിന്നെ പുറത്തുനിന്ന് മാക്സിമം ബൈബിളിലെ അക്ഷരങ്ങളുടെ അറിവാണ് ഉള്ളത്. അങ്ങനെ അക്ഷരം പഠിച്ചാൽ അക്ഷരം ചീർപ്പിക്കും. പക്ഷേ അകത്തുനിന്നാണ്, പരിശുദ്ധാത്മാവാണ്, ഉൾനട്ട വചനാണ് തരുന്നതെങ്കിൽ അത് നമ്മളെ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള ദൈവമക്കളാക്കി മാറ്റും. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അടിയിൽ വരുന്നത് ആത്മാവാണ്, പുറത്തുനിന്ന് വരുന്നത് അക്ഷര അറിവുകൾ മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അക്ഷരാറിവ് വേണ്ടെന്നല്ല, അക്ഷര അറിവ് ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അതിലൂടെ ആത്മാവിൻ്റെ അറിവുകൾ കിട്ടാൻ വളരെ സൗകര്യപ്രദമായി തീരും. So if you are part of the kingdom of heaven, there will be a push, something pushing out of you, and
it's the living water, rivers of living water. Just like if you look at this tree, you see that there is something that is being pushed out into the branches and into the leaves. And what is it? It's the nutrients that is pushed from the root into the leaves and into the branches. So in the same manner, if you are a part of the kingdom of heaven, you will have a push. You will have Holy Spirit that is flowing out of you. And there are people who rely on the word of God, who by reading the word of God, but they do not have a push from outside, from within them. That's because they are not yet in the kingdom of God. And as the Bible says, it's good to read the Bible, and it's good to compile all that knowledge in your mind. So that but it's the word of God makes you fat, but it's the Spirit of God that makes you grow. ഇനി മറ്റൊരു മർമ്മം പറഞ്ഞു തരാം. നിങ്ങൾ ഒറിജിനൽ ക്രിസ്തുവിൽ വിശ്വസിച്ചു, വീണ്ടും ജനിച്ചു, ഈ നദിയൊക്കെ നിങ്ങളുടെ അകത്തുണ്ടായി. ഇത് തിരിച്ചറിയണം നമ്മൾ. എന്നിട്ടും വളരാത്തതിൻ്റെ കാരണം ശ്രദ്ധിച്ചു തരില്ല. വൃക്ഷങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, ഈ പുറത്തേക്കുള്ള തള്ളൽ, അതായത് വേരിലൂടെ വളം പുറത്തേക്ക് വൃക്ഷത്തിലേക്ക് തള്ളൽ, ആ തള്ളലിനനുസരിച്ചിരിക്കും ആ വൃക്ഷത്തിൻ്റെ വളർച്ച. കരങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്തേ. ശ്രദ്ധയോടെ കേട്ടെ. നിങ്ങൾ കേൾക്കുന്നത് റെഗുലർലി ചർച്ചയിൽ കേൾക്കുന്ന കാര്യമല്ല ഇത്. ദൈവം നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾക്ക് വളരണമെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ കൃഷിക്കാരായിട്ട് എത്ര പേര് ഈ ശബ്ദ കാഴ്ചപരിധിയിലുണ്ടെന്ന് ശ്രദ്ധിക്കുക. നല്ല സൂര്യൻ്റെ ചൂടുള്ളപ്പോഴാണോ വൃക്ഷങ്ങൾ വളരുന്നത്, അതോ ചൂടില്ലാതെ ഇങ്ങനെ ഇരുണ്ട് കെട്ടിക്കിടക്കുമ്പോഴാണോ വൃക്ഷങ്ങൾ വളരുന്നത്? ചൂടുള്ളപ്പോൾ ഉറപ്പല്ലേ? എന്നിട്ട് ഇനി ഇങ്ങോട്ടേക്ക് തിരികെ. ചൂടുള്ളപ്പോൾ എന്താ സംഭവിക്കുന്നത്? ചൂടുള്ളപ്പോൾ വൃക്ഷത്തിൻ്റെ ഇലയിലേക്കെല്ലാം സൂര്യൻ്റെ ചൂടടിക്കുമ്പോൾ അവിടെ ഒരു പ്രോസസ് നടക്കും. ട്രാൻസ്പിറേഷൻ അതിൻ്റെ പേര്. ആ പ്രോസസ്സിൽ ഈ ഇലകളുടെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ആവിയായി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഭയങ്കര പവർ ജനറേറ്റ് ചെയ്യും. മനസ്സിലായോ? ഭയങ്കര. ചിലപ്പോൾ ഒരു 50 മീറ്റർ പൊക്കമുള്ള ചെടിയായിരിക്കുക, അല്ലെങ്കിൽ വൃക്ഷമായിരിക്കുക, അല്ലെങ്കിൽ 40 മീറ്റർ 30 മീറ്റർ. ഇതാ വലിയ പവർ HP ഉള്ള മോട്ടർ വേണം ഇതിന് വെള്ളം തള്ളി മുകളിൽ കയറ്റാൻ. പക്ഷെ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഈ പവർ കൊണ്ട് നേരെ മണ്ണിൻ്റെ അടിയിലുള്ള വെള്ളവും വളമൊക്കെ കൂടി നേരെ വേര് വലിച്ച് മുകളിൽ കയറ്റും അതിവേഗം. എത്രത്തോളം ഇലയിലുള്ള ആ വെള്ളം നഷ്ടപ്പെടുന്നുവോ അതിനെ റീപ്ലേസ് ചെയ്യുവാൻ തക്കാണ് അത്രത്തോളം ഒരു സക്കിങ്, അതായത് ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യുകയും ഈ ഭൂമിക്ക് അടിയിലുള്ള വെള്ളവും വളമൊക്കെ അതിവേഗം അതിൻ്റെ ട്രങ്കിലൂടെ, ആ തടിയിലൂടെ ഇലകളിലേക്ക് ചെല്ലുകയും എല്ലാം സമൃദ്ധമായി വളരാൻ തുടങ്ങുകയും ചെയ്യും. ഇവിടെ ഒന്ന് കാണിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ വചനം പറയുന്നു, കഷ്ടം സഹിക്കാനുള്ള മനോഭാവം നിങ്ങൾ ആയുധമായി ധരിപ്പേ. ഹല്ലേലൂയ. ആ കഷ്ടം സഹിക്കാൻ ഇല തയ്യാറാണ്. സൂര്യ നീ അടിച്ചോ, ഒരു കുഴപ്പമില്ല, അതെൻ്റെ നന്മയ്ക്കാണ്. ആ കഷ്ടം സഹിക്കുമ്പോഴാണ് ഞാൻ ആത്മീയമായി വളരുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അങ്ങനെ ജഡത്തിൽ കഷ്ടം സഹിച്ചവൻ ശേഷിച്ച ജീവിതകാലം അവൻ പാപത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കുന്നു, ദൈവിഷ്ടം ചെയ്യുവാൻ പ്രവേശിക്കുന്നു. Now, many of you may be born again, and many of you may even have the rivers of life within you, but you may not still feel that pushing out. And the reason for that is, if there are farmers within the audience, they will understand. When does a plant grow lush? When does a plant grow fast? Is it in a dim weather, or is it in a bright sunny weather? And the answer to that is it's in extreme heat. It's in a sunny hot weather that the plant grows. Why does that happen? Because the name of this process is called transpiration. So this is how water reaches from the bottom of the earth to even the top of a 50-meter tall tree. As we all know, to pump water
from ground to 50 meters up, you need pumps of several HP. But the trees have a mechanism, and when the water on the leaves are evaporated fast due to that extreme heat, a great pressure is generated internally, and because of this pressure, the tree sucks water from the ground and pushes it right to the top of a 50 meter tree. And so the lesson to learn here is that to have the rivers of life flowing out, pushing out of you, you would need to have that attitude to take trouble. You need to have the attitude of persevering in struggles. And when that happens, as the word of God says, one who has persevered in struggle, he is no longer concerned about matters of the flesh, but is concerned about the word of God. Mind of suffering for the sake of God. കഷ്ടം സഹിക്കാനുള്ള മനോഭാവം നമ്മൾ ആയുധമായി, പല ആയുധങ്ങളൊക്കെ ഉണ്ടല്ലേ, വാള്, റിവോൾവർ, AK-47 ഇല്ലേ, നമ്മുടെ കയ്യിൽ വേണ്ട മനോഭാവമാണ്. കഷ്ടമല്ല ആയുധം, കഷ്ടം സഹിക്കാനുള്ള മനോഭാവം ആയുധരിക്കുക. ആ ആയുധമുണ്ടോ? ഇലകൾക്കെല്ലാം ആ മനോഭാവമുണ്ട്. സൂര്യൻ്റെ ചൂട് സഹിക്കാനുള്ള മനോഭാവം ഞങ്ങൾ റെഡിയാ. നമ്മളെപ്പോലെ കുടയെടുക്കത്തില്ല. ഹല്ലേലൂയ. ഇതാ തുറന്നു തരും, അടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മനോഭാവം. അപ്പോൾ നമ്മൾ വൃക്ഷങ്ങളെ പോലെയാണ്. ഇനി നിങ്ങൾക്കിത് തിരിച്ചറിയണമെങ്കിൽ 2 ചെടികൾ വാങ്ങിക്കുക നഴ്സറിയിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ 2 കുരുട്ട് മുളപ്പിക്കുക. ഒന്ന് തണലത്ത് വയ്ക്കുക, ഒന്ന് വെയിലത്ത് വയ്ക്കുക. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാകും, തണലത്ത് വെച്ചത് അതേപോലെ തന്നെ, ചിലർ പറയുന്നു അതെ എന്നെപ്പോലെ തന്നെ ഇരിക്കും. അത് വെയിലത്ത് വെച്ചത് സഫറിങ് മനോഭാവമുള്ളത് അത് വളർന്ന് കയറുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ചെറിയ സമയമേ ദൈവം നമുക്ക് ഭൂമി തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ക്രിസ്തു കഷ്ടം സഹിച്ചതുപോലെ, കണ്ടോ, നമ്മളുടെ ലീഡർ കഷ്ടം സഹിച്ചതുപോലെ ആ കഷ്ടം സഹിക്കാനുള്ള മനോഭാവം നമുക്ക് ആയുധമായി നമുക്ക് ധരിക്കുന്നുവെങ്കിൽ നമുക്കും ആത്മമണ്ഡലത്തിൽ വളർന്ന് കയറാൻ പറ്റും. ക്രിസ്തുവിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വേരുപയോഗിച്ച് അതിവേഗം നമുക്ക് ഫലമായി തീരുവാനായിട്ട് കഴിയും. So in other words, you should wear a mind of suffering as a weapon over you, for the mind of suffering for the word of God as a weapon over you. What does that mean? It means that you should have an attitude where you are ready to suffer for the word of God, and only by doing so would you be able to grow in the word. If anybody have a doubt, you can take 2 trees or to get two sprouts from the nursery and keep one of them in the shadow and the other in bright sunlight, and after few days you will see that one of them is the one in the shadow is exactly the same, just like many of you are saying like me, and while the other one would have grown significantly. And therefore it is important that we wear the mind of suffering as a weapon around us, mind of suffering for the word of God as a weapon on us. ശ്രദ്ധിച്ചാട്ടെ, ഇനി നമുക്ക് ഈ ട്രീയിൽ നിന്ന് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കിടക്കാം. ഈ പ്രായോഗിക ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ ഈ വേരിൻ്റെ ഭാഗം ദൈവരാജ്യമാണ്. ഇത് സ്ഥാപിച്ചെടുക്കാനാണ്, റൂട്ട് സിസ്റ്റം ശരിയാക്കാനാണ് യേശു വന്നത്, അല്ലാണ്ട് ഷൂട്ട് സിസ്റ്റം ശരിയാക്കാനല്ല. താഴെയുള്ള ഭാഗത്തിൻ്റെ, വേരിൻ്റെ ഭാഗത്തിൻ്റെ പേര് റൂട്ട് സിസ്റ്റം, അതാണ് ദൈവരാജ്യം. മുകളിലേക്കുള്ള ഭാഗത്തിൻ്റെ പേര് ഷൂട്ട് സിസ്റ്റം, അതാണ് മനുഷ്യരാജ്യം അല്ലെങ്കിൽ ദൈവപുത്രന്മാർ വാഴാൻ പോകുന്ന രാജ്യം. യേശുക്രിസ്തു വന്നത് താഴെയുള്ള റൂട്ട് സിസ്റ്റം റെഡിയാക്കാനാണ്. ഒരു നല്ല കൃഷിക്കാരൻ ആദ്യം ഷൂട്ടല്ല റെഡിയാക്കാൻ പോണേ, നല്ല കൃഷിക്കാരൻ ആദ്യം അതിൻ്റെ റൂട്ടാണ് റെഡിയാക്കാൻ പോകുന്നത്. റൂട്ട് ശരിയാണെങ്കിൽ ഷൂട്ട് ഓട്ടോമാറ്റിക് റെഡി ആയിക്കോളും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് യേശുക്രിസ്തു ഭൗതിക രാജ്യം, ഭൗതിക ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കാൻ വരാതെ മനുഷ്യൻ്റെ അകത്ത് ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട് വന്നത്. ഹല്ലേലൂയ. So now if you look at this picture again, you will see that the kingdom of God is written over root, and there is a root system there, and above the ground there is a shoot system.
you should realize that Jesus Christ came to this world not to prepare the shoot system but to prepare the root system. And that's because just you can ask any farmer out there, as long as the root system is strong, the shoot system will automatically be strong. And it is because of this that Jesus Christ came to prepare the root system, which is the kingdom of God. ശ്രദ്ധിക്കാം, ഇത് നമ്മളുടെ മനുഷ്യ ജീവിതത്തിൻ്റെ സൈഡും കൂടി പറഞ്ഞ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കാരണം ഇതങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും ഈ ശുശ്രൂഷ. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എങ്ങനെ നോക്കണമെന്ന് നമ്മൾ കേട്ടു. ഇത് കണ്ടോ, ഇതേ രീതിയിൽ നോക്കണം, നടക്കണം. ഇത് ഒരാൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തായിരുന്നു, ഓർക്കുന്നുണ്ടോ ഒരാൾക്ക്? കുരുടന് വെളിപ്പെടുത്തി കൊടുത്തു അല്ലേ? ജന്മനാ കുരുടനായ ഒരുത്തൻ്റെ കണ്ണിൽ ദൈവ ശുശ്രൂഷ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവ് ശുശ്രൂഷ ചെയ്ത സമയത്ത് ആ ശുശ്രൂഷയിൽ യേശുക്രിസ്തു ആദ്യം അവൻ്റെ കണ്ണിൽ തൊട്ട്, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ എങ്ങോട്ട് നോക്കി? കീഴിലേക്കല്ല നോക്കിയത്, അവൻ മേൽപോട്ട് നോക്കി. കണ്ടോ, അവൻ മേൽപോട്ട് നോക്കി. അവൻ മേൽപോട്ട് നോക്കിയപ്പോൾ അവൻ കണ്ടു മനുഷ്യർ നടക്കുന്നത് മരങ്ങളെ പോലെയാണ്. കണ്ടോ കണ്ടോ കണ്ടോ? കാരണം മനുഷ്യന് ഒരു അദൃശ്യഭാഗമുണ്ട്, മനുഷ്യന് ഒരു ദൃശ്യഭാഗവും ഉണ്ട്. മനുഷ്യൻ്റെ അദൃശ്യഭാഗമാണ് ദൈവരാജ്യം, മനുഷ്യൻ്റെ ദൃശ്യഭാഗമാണ് മനുഷ്യരാജ്യം. പിടുത്തം കിട്ടിയ? എന്നാൽ യേശുക്രിസ്തു തൻ്റെ വചനത്തിലൂടെ ആത്മാവിലൂടെ നമ്മളോട് പറഞ്ഞു, മക്കളെ, ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത്, ദൈവരാജ്യത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. കാരണം നിങ്ങൾക്കിപ്പോൾ വേരുണ്ട്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് ആകിയാൽ വേരില്ലാത്ത ശാഖയല്ല നിങ്ങൾ, വേരുള്ള മുന്തിരിവള്ളിയാണ് നിങ്ങൾ. അതുകൊണ്ട് ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അതിൻ്റെ അർത്ഥം വേരിൻ്റെ ഭാഗത്തുള്ളത് ചിന്തിച്ചോ. മറ്റേത് കുറച്ച് ദിവസം ഒരു ശാഖ, കടയിലിരിക്കുന്ന വേപ്പില പീസ് വെള്ളം ഒഴിച്ച് തളിപ്പിച്ച് കുറച്ച് ദിവസം ഇരുത്തുന്നത് പോലെ, അത് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകുന്നത് പോലെ നീ ഉണങ്ങിപ്പോകാനുള്ളതല്ല, നീ നിത്യം ജീവിക്കേണ്ടതാ. കാരണം നിൻ്റെ റൂട്ട് സിസ്റ്റം ശരിയായി യേശുവിലേക്ക് നീ അറ്റാച്ച് ചെയ്തപ്പോൾ. So this matter was also revealed in the Bible, if you remember, to the blind man that Jesus Christ healed. And when he when he first made that mud and put it on his eyes and it opened, the first thing he said, he looked up and he said, I see men walking like trees. And the reason is that so just like we have whatever we see in this world is the physical realm, but in the spiritual realm we are all people with roots, and we should realize that just like the parable said, we should also be concerned more about the roots than about which is the kingdom of God than about the kingdom of this world, because the kingdom of this world, if you are just a branch that is not attached to the root, and when you get attached to the root, a branch and a leaf will survive for a few days, but the root will survive forever. ശ്രദ്ധിച്ചാട്ടെ, നമ്മളിനി നമ്മളുടെ ജീവിത സൈഡിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ, ഫോട്ടോ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, അത് യാതൊരു വിരോധവും ഇല്ല. ഓൺലൈനിലായിരിക്കുന്നവർ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. നിങ്ങൾക്കിത് പഠിക്കാൻ എളുപ്പമായിരിക്കും ഈ സംഭവം. ഇത് രണ്ടും കൂടി നമ്മളിപ്പോൾ മനുഷ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇതാ നമുക്ക് ഒരു സൈഡിൽ കാണാം നമ്മൾ ഇത്ര നേരം പഠിച്ച റൂട്ട് സിസ്റ്റം, കിങ്ഡം ഓഫ് ഗാഡ്. മറു സൈഡിൽ നമുക്ക് കാണാം നമ്മൾ ഇത്രയും നേരം പഠിച്ച ഷൂട്ട് സിസ്റ്റം, കിങ്ഡം ഓഫ് മെൻ ഓർ സൺസ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ഇനി ഒരു മനുഷ്യ ശരീരത്തിൻ്റെ രണ്ട് ഭാഗത്ത് ഇതാ രണ്ട് കിങ്ഡങ്ങളും അണിനിരക്കുകയാണ്. ഹല്ലേലൂയ. ഇതാണ് മനുഷ്യൻ്റെ പുറത്ത് നിങ്ങൾക്ക് കാണാം ഇതാ ഇന്ത്യ. മനുഷ്യൻ്റെ പുറത്ത് നിങ്ങൾക്ക് കാണാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. മനുഷ്യൻ്റെ പുറത്ത് നിങ്ങൾക്ക് കാണാം UK, യുണൈറ്റഡ് കിങ്ഡം. മനുഷ്യൻ്റെ പുറത്ത് നിങ്ങൾക്ക് പല പല രാജ്യങ്ങളും ഇവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്ത് ഇതൊക്കെ കാണുന്ന രാജ്യങ്ങളാണ്. എന്നാൽ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് കാണാം ദൈവരാജ്യം, ദ കിങ്ഡം ഓഫ് ഗാഡ്.
ഹല്ലേലൂയ. മനുഷ്യൻ്റെ ഉള്ളിലാണ്, അത് മനുഷ്യൻ്റെ ആത്മാവിലാണ്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് വേണം. ഇനിയും അതിൻ്റെ ഇടയിൽ വേറെ രാജ്യമൊക്കെ കിടക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് പുറകെ പഠിക്കാം. ഹല്ലേലൂയ. ഇതാ കാണുന്ന പിശാചിൻ്റെ രാജ്യവും അവിടെയുണ്ട്. എന്നാൽ നമ്മൾ അതിനിപ്പോൾ ടച്ച് ചെയ്യാൻ പോകുന്നില്ല, അത് നമ്മൾ പുറകെ മനസ്സിലാക്കുകയാണ്. യേശു വന്നത് നമ്മുടെ അകത്തുള്ള പിശാചിൻ്റെ രാജ്യത്തെ മാറ്റി നമ്മുടെ അകം മുഴുവൻ ദൈവരാജ്യമാക്കാനാണ്. അല്ലാണ്ട് പുറത്തെ രാജ്യങ്ങളെ മാറ്റാനോ കുറയ്ക്കാനോ കീഴടക്കാനോ അല്ല എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. So if you look at the screen now, we see a human being, and outside of that human being is the physical world, and inside is the spiritual world. And outside in the physical world, we see different countries. We see India, we see United States, we see United Kingdom, we see many such countries. These are all matters that occur outside, that are situated outside in the physical world. But inside the spiritual world, this is where what Jesus Christ came to conquer. This is what Jesus Christ came to change. And the kingdom of heaven, kingdom of God is in the spiritual world. But also we should realize that the kingdom of Satan is also in the spiritual world, and Jesus Christ came to vanquish that kingdom of Satan and establish the kingdom of God. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് ഭൗതിക രാജ്യങ്ങളുണ്ട്. അതിലാണ് ഇസ്രായേൽ എന്ന ചെറിയ രാജ്യവും. അത് രാജ്യം യഥാസ്ഥാനപ്പെടുത്താനല്ല യേശു വന്നത്. പക്ഷെ അടുത്ത വരവിൽ യേശു അത് ചെയ്യും. ഹല്ലേലൂയ. അടുത്ത വരവിൽ യേശു അത് ചെയ്യും. ഇസ്രായേൽ മാത്രമല്ല, ഭൂമി മുഴുവൻ ദൈവരാജ്യത്തിൻ്റെ കൺട്രോളിലേക്ക് വരും. എന്നാൽ യേശു വന്നത് എന്തിനാണ് ശ്രദ്ധിക്കുക? നമ്മുടെ അകത്തേക്ക് നോക്കിയാട്ടെ. യേശു വന്നത് നമ്മളുടെ ഉള്ളിൽ ഇന്നായിരിക്കുന്നത് പൈശാചിക രാജ്യമാണ്. നമ്മുടെ അകത്തെ പൈശാചിക രാജ്യം മാറ്റിയിട്ട് അവിടെ ദൈവരാജ്യം സ്ഥാപിക്കാനാണ് യേശു ക്രിസ്തു വന്നത്. ഹല്ലേലൂയ. നമ്മുടെ അകത്തുനിന്ന് ജീവജല നദി ഒഴുകുന്നില്ല, നമ്മുടെ അകത്ത് വേരില്ല. എന്നാൽ യേശുവിലൂടെ നമ്മുടെ അകത്ത് വേര് സ്ഥാപിക്കപ്പെടുകയും പൈശാചിക രാജ്യം പൂർണ്ണമായും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും തുടർന്ന് ദൈവം നമ്മളിൽ വസിച്ച് നമ്മളിലൂടെ ഈ ലോകത്തെ വാഴുകയും ചെയ്യും. അങ്ങനെയാണ് ദൈവരാജ്യം നമ്മളിലൂടെ ഭൂമിയിൽ വെളിപ്പെടുന്നത്. മറ്റേ രീതിയിൽ പറഞ്ഞാൽ യേശു വെളിപ്പെട്ടതുപോലെ ദൈവം നമ്മളിലൂടെ വെളിപ്പെടുന്നത്, ദൈവം നമ്മുടെ ജഡത്തിലൂടെ വെളിപ്പെടുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ, ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇമ്മാനുവൽ നമ്മളിലൂടെ സംഭവിക്കുന്നത്. ദൈവം മനുഷ്യരോട് കൂടെ. എവിടുത്തെ ദൈവം? സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ ദൈവപുത്രന്മാരുടെ ജഡത്തിലൂടെ യേശുവിൽ വെളിപ്പെട്ടതുപോലെ ദൈവം ജഡത്തിൽ വെളിപ്പെടും. അങ്ങനെയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയിൽ നടക്കേണ്ടതെന്നാണ് വിശുദ്ധ പൗലോസ് തൻ്റെ പുത്രനായ സുവിശേഷത്തിലൂടെ ജനിപ്പിച്ച തിമോത്തിയോസിനോട് പറയുന്നത്. അതുകൊണ്ട് നമുക്കും അതേപോലെ നടക്കാം. നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് കേൾക്കുക. ആത്മമണ്ഡലത്തിലെ മർമ്മങ്ങളായതുകൊണ്ട് മനസ്സിലാകാൻ സമയമെടുക്കും. ഓരോ വചനം കേൾക്കുമ്പോഴും മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അകത്തുള്ള അതേ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് ഉണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തരുവാനിടയാകും. So to summarize things, Jesus Christ did not come here to establish a tiny kingdom in the physical realm called Israel. He came here to establish the kingdom of God inside the spiritual realm. And right now human beings were without roots. They do not have connection to the kingdom of God. But Jesus Christ came to establish that root system. And once you are attached to that root system, once you are attached to the vine, as Jesus Christ said, you also become part of the kingdom of heaven. But yes, Jesus Christ in the previous coming, he did not come to establish a physical kingdom. But in the next coming, he will come to establish a physical kingdom not just on Israel but on the entire world. And as far as you are concerned, you should remain in the kingdom of God and gain more mystery, and God will reveal more mysteries to you. പ്രിയ സഹോദരങ്ങളെ, തിരുവത്താഴ് ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ നാം ഓർക്കുന്നത് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ഒരു കൊച്ചു ഇസ്രായേൽ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുകയായിരുന്നില്ല തൻ്റെ വരവിൽ. പകരം ഈ തിരുവത്താഴ് ശുശ്രൂഷ നമ്മളെ ഓർപ്പിക്കുന്നത് ക്രൂശിൽ വെച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി പിശാചിനെയും കൂട്ടരെയും ആയുധവർഗം വെപ്പിച്ച് ജീവപര്യന്തം മരണത്തിന് അടിമകളായ നമ്മളെ ഒക്കെയും വിടുവിച്ച് പുതിയ സൃഷ്ടിയിലൂടെ നമ്മളെ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ വംശമാക്കി മാറ്റി
ആ മഹാസന്തോഷം നമ്മൾ ഒരുമിച്ച് ഓർക്കുകയാണ്. അതിനായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. So, when Jesus Christ came to this world, he did not come to establish an earthly kingdom, but to establish the kingdom of heaven. And for that, through his crucifixion on Christ, as we read in the book of Colossians, he defeated rulers and powers in the spiritual realm and conquered over them and made a display of them and established the kingdom of heaven. And in this context, in this Holy Communion, let us remember that. നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയട്ടെ. ഞങ്ങളുടെ സ്വകീയ പിതാവേ, അങ്ങ് തന്ന ഈ മന്നയ്ക്കായി നന്ദി. പിശാചും അവൻ്റെ കളകളും അറിവില്ലാത്ത ഞങ്ങളുടെ സഹോദരങ്ങളും ചേർന്ന് ഞങ്ങളുടെ ഹൃദയത്തെ കൺഫ്യൂസ് ചെയ്തപ്പോൾ അങ്ങയുടെ വചനവുമായി കടന്നു വന്ന് ഞങ്ങളെ താങ്ങിയതിനായി നന്ദി. യേശുക്രിസ്തു വന്നത് ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കാനല്ല, യഥാസ്ഥാനപ്പെടുത്താനല്ല എന്നും, ഭൂമിയിൽ ഒരു ചെറിയൊരു പീസ് മാത്രമേ യഥാസ്ഥാനപ്പെടുത്തി പോകാനല്ല എന്നും, എന്നാൽ പിശാചിനെയും തൻ്റെ കിങ്ഡത്തെയും മാറ്റി ദൈവരാജ്യം ഞങ്ങളുടെ ഉള്ളിൽ സ്ഥാപിക്കാനാണ് എന്ന്, തുടർന്ന് തൻ്റെ രണ്ടാമത്തെ വരവിൽ പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന ആ സമയത്ത് ഇസ്രായേലിന് മാത്രമല്ല സർവഭൂമിയും യഥാസ്ഥാനപ്പെടുത്തുമെന്നും സർവഭൂമിയും ദൈവത്തിൻ്റെ ഭരണം കൈവരിക്കുമെന്നും, ദൈവരാജ്യം ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ജെറുസലേം തലസ്ഥാനമാക്കി എല്ലായിടവും വാഴുമെന്നും, അന്ന് ഇസ്രായേലും സകല ഭൂമിയിലെ വംശവും യഥാസ്ഥാനപ്പെടുമെന്നും എന്നുള്ള തിരിച്ചറിവ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദി. പ്രിയ നല്ല പിതാവേ, അതിനായി അങ്ങയുടെ മകനെ അങ്ങ് കാൽവരി ക്രൂശിൽ തകർത്തു. ആ കഷ്ടം സഹിക്കാനുള്ള മനോഭാവം നിങ്ങളും ആയുധമായി ധരിക്കണമെന്ന് അങ്ങയുടെ ആത്മാവിലൂടെ ഞങ്ങളെ അറിയിച്ചു. ഇതാ അതിനായി ഞങ്ങളും ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിലേക്ക് ആരെല്ലാം കടന്നു വരുന്നു അവരെല്ലാം ഏൽപ്പിക്കുന്നു. സങ്കടത്തോടെ, വിഷമത്തോടെ, രോഗത്തോടെ, മറ്റു ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളോടെ ഒക്കെ ഈ ശുശ്രൂഷ അനുഭവിക്കുന്നവരുടെ മേൽ അങ്ങയുടെ മഞ്ഞും മഴയും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു കാൽവരിയിലേറ്റ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്ന സൗഖ്യ ജനത്തിന് മേൽ കൽപ്പിക്കുന്നു. അങ്ങയുടെ സമാധാനം കൽപ്പിക്കുന്നു. ഈ ജനം മുഴുവൻ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരും ദൈവത്തിന്റെ വഴികൾ നടക്കുന്നവരും ക്രിസ്തു ആകുന്ന തലയോളം വളരുന്നവരും സ്വർഗീയ പിതാവിൽ എത്തിച്ചേരുന്നവരുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളൊരു അനുഗ്രഹമായി തീരട്ടെ. സർവമഹത്വവും പിതാവിന് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.